എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള നിയോഗമുള്ള സന്ദേശമെന്ന് പറയുന്നത് ഫോർ ബെറ്റർ തിങ്സ്. ദൈവമക്കളുടെ ജീവിതത്തിൽ അനുഭവമാക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠകരമായ 4 അവകാശങ്ങൾ, അനുഗ്രഹങ്ങളാണ് നാം ഈ 2 സെഷനുകളായി അല്ലെങ്കിൽ ഇന്ന് നാളെയുമായി ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതെല്ലാം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗത്തിനൊത്തവണ്ണം വചനത്തിൽ ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭമായൊരു വേദഭാഗം നമ്മൾ വായിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 40-ാമത് വാക്യമാണത്, അവസാന വാക്യം. എബ്രായ ലേഖനം ഹീബ്രു ചാപ്റ്റർ 11:40. എബ്രായർ 11-ന്റെ 40-ാം വാക്യം. ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിച്ചാൽ എല്ലാവർക്കും ഒരുമിച്ച് കേൾക്കാമല്ലോ. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഈ ചിന്തയിൽ നിന്നാണ് അടുത്ത 3 കാര്യങ്ങളൂടെ നാം ചിന്തിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും ഉത്തമമായ ചില അനുഗ്രഹങ്ങൾ, അവകാശങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ചിന്തകളാണ് ഈ 2 അധ്യായങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില ആത്മീയ സന്ദേശങ്ങൾ കൂടെ നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകൻ ആരാണെന്ന് ചോദിച്ചാൽ, നല്ലൊരു പ്രഭാഷകൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് മനുഷ്യരിൽ നമ്മളെ ഒന്നുമല്ല പ്രഭാഷകരെന്ന് പറയേണ്ടത്, യേശുവാണ്. കാരണം യേശുവിൻ്റെ പ്രസംഗ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് ഇന്ന് നമുക്ക് എല്ലാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പാട്ടുകാരുടെ പിൻബലമുണ്ട്, മ്യൂസീഷ്യൻസ് ഉണ്ട്, നല്ല ലൈറ്റ് സിസ്റ്റം ഉണ്ട്, നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിലും ആൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. അങ്ങനൊരു സമയത്താണ് യേശു എന്ന അല്ലെങ്കിൽ മനുഷ്യരായി മണ്ണിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങൾ ലോകത്തെ വളരെ സ്വാധീനിച്ചു. തൻ്റെ മീറ്റിങ്ങുകൾക്ക് 5000 കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമായിരുന്നു. ഇന്ന് നമുക്ക് ആശ്ചര്യമാണ്, 5000 പേരോട് യേശു എങ്ങനെ സംവാദിച്ചു എന്നൊക്കെ നമുക്ക് ചോദിച്ചാൽ വളരെ നമ്മുടെ ബുദ്ധിക്ക് എത്താൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ ഇത്രയും ഒച്ചത്തിലൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്താ പ്രസംഗം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. എന്നാൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പരിഭാഷ ഉണ്ടായിരുന്നോ? പഴയ കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ മാരാമണ്ണൊക്കെ പോയിട്ടുണ്ട്. അന്നേരം പന്തലിലൊക്കെ പലയിടത്തും നിന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രസംഗികൻ ഇരുന്ന് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റിലെ പ്രസംഗം തീരുന്നത്, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന ഈ 5000 കുടുംബങ്ങൾക്ക് യേശുവിൻ്റെ വചനങ്ങൾ, അതും അവർ ഒരു ദിവസം രാത്രി വരെയൊക്കെ ഇരുന്നിട്ട് മടുപ്പ് തോന്നില്ല. നമുക്കൊക്കെ ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഞരക്കവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു ദിവസം മൊത്തം ഇരുന്നിട്ടും, എന്തിനേറെ പറയുന്നു, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും എഴുന്നേറ്റൊന്ന് പോകാൻ ഭക്ഷണം പോലും കഴിക്കാൻ മറന്നുപോയി. അതിൻ്റെ ചിന്തയിലേക്ക് നാം പോകുമ്പോൾ ഈ പ്രസംഗത്തിന്, യേശുവിൻ്റെ പ്രഭാഷണത്തിന് പ്രധാനമായും 3 തത്വങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് എക്കാലത്തും ദൈവവചന ശുശ്രൂഷയുടെ ഉന്നതി അല്ലെങ്കിൽ ഔന്നിത്യം എന്ന് പറയുന്നത്, വചന ശുശ്രൂഷയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് യേശുവിൻ്റെ പ്രസംഗ പാറ്റേണാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കണം. ഒന്ന്, യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ നാട്ടുകാരുടെ അഭിപ്രായം നമുക്ക് നോക്കാം. അഭിപ്രായം എന്ന് പറയുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന യഹൂദന്മാരുടെയോ പരീശന്മാരുടെയോ ശാസ്ത്രിമാരുടെയോ, എന്തിനേറെ പറയുന്നു സാധാരണ ജനത്തിൻ്റെ അഭിപ്രായം ചോദിച്ചാൽ 3 അഭിപ്രായങ്ങളാണ് ഉരുത്തിരിഞ്ഞത്. ഒന്ന്, യേശുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തി അവൻ നമ്മുടെ ശാസ്ത്രിമാരെക്കുറിച്ചും പരീശന്മാരെയും പോലെയല്ല, അധികാരമുള്ളവനായിട്ട് അത്രയേ പ്രസംഗിച്ചത്. യേശുവിൻ്റെ വചന അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. കാരണം ദൈവവചനം അധികാരത്തിൻ്റെ വചനമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നിടത്ത് ഉളവാക്കുവാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. സകലവും ശൂന്യമായി കിടക്കുമ്പോൾ, പാഴായി കിടക്കുമ്പോൾ, ഇവിടെ ഇനി സാധ്യതയില്ലെന്ന് എഴുതി തള്ളുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന വചന നിമിത്തം സകലതും ഉളവാകുന്നത് കൊണ്ട് യേശുവിൻ്റെ വചനത്തിന് അന്നും ഇന്നും കാലപ്പഴക്കം കൊണ്ട് കാലഹരണം ഉണ്ടായിട്ടില്ല. വചനം അധികാരത്തിൻ്റെ വചനമാണ്. അത് ആര് പറയുന്നുവെന്നല്ല, വിശ്വാസത്തോടെ ഇന്ന് രാത്രി നിങ്ങൾ പറയുന്ന വചനത്തിലും ഈ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം വേദപുസ്തകം തുറന്ന് വചനം വായിക്കുമ്പോൾ, അത് അതരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ, പരസ്പരം വചനം സംസാരിക്കുമ്പോൾ അവിടെ ഇന്നും വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ടൊരു പാസ്റ്റർ വചനം ശുശ്രൂഷിക്കുന്നതുകൊണ്ടല്ല. ദൈവസഭകളുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവദാസന്മാർ ദൈവം കൊടുക്കുന്ന വചനം ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ വചനത്തിൻ്റെ ശക്തി ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നു, പക്ഷെ അത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ കൊണ്ടല്ല ഞങ്ങൾ നിങ്ങളെ പിടിച്ചു നിർത്തിയത്, പിന്നെയോ ഞങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെയായിരുന്നു. ദൈവവചനം ക്രിയേറ്റീവ് പവർ ഉള്ളതായതുകൊണ്ട് അത് അധികാരത്തിൻ്റെ വചനമായിരുന്നു. അക്കാലങ്ങളിലെ ശാസ്ത്രിമാർ പരീശന്മാർ ന്യായപ്രമാണം നന്നായി അരച്ചു കലക്കി കുടിച്ച് അവർ നന്നായി കൈകാര്യം ചെയ്യുന്നവരായിരുന്നു. ശബത്തുകൾ തോറും ഉപദേശിക്കുന്ന ശാസ്ത്രിമാർ, ഉപദേഷ്ടക്കന്മാർ ആലയത്തിലുണ്ടായിരുന്നു. നിക്കോദീമസിനെ പോലൊക്കെ അവരുടെ പ്രമാണിമാർ, ടീച്ചേഴ്സ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ നടുവിലാണ് യേശുവിൻ്റെ വചനം അധികാരത്തിൻ്റെ വചനമാണെന്ന് ജനം തിരിച്ചറിഞ്ഞത്. 2, യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് രണ്ടാമത് ജനം വിലയിരുത്തിയത്, രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് അവൻ്റെ വാക്കുകൾ സ്വീറ്റ് വേർഡ്സ്, ലാവണ്യ വാക്കുകൾ എന്നായിരുന്നു.
അതിൻ്റെ അർത്ഥം ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് ജനത്തെ ഇക്കിളിപ്പെടുത്തുന്നല്ല. അതിൻ്റെ അർത്ഥം ജനത്തിന് ആശ്വാസം കൊടുക്കുന്ന വചനമായിരുന്നു. മുറിവേറ്റവരുടെ മനസ്സിനെ ഉണക്കുന്ന, തകർന്ന ഹൃദയങ്ങളുടെ മുറിവ് കെട്ടുന്ന, ഉടഞ്ഞവരെ വാർത്തെടുക്കുന്ന, അല്ലെങ്കിൽ ജീവിതയാത്രയിലെല്ലാം കൈമോശം വന്നു, ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് കല്ലു എറിയുവാൻ നിൽക്കുന്നവരുടെ നടുവിലും, അല്ലെങ്കിൽ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ കല്ലും എന്തിക്കൊണ്ട് നിൽക്കുമ്പോഴും പാപിനിയായവളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ അവൾക്ക് വേണ്ടിയും സംസാരിപ്പാൻ യേശുവിൻ്റെ പക്കൽ വചനമുണ്ടായിരുന്നു. കാണാതെ പോയ ആടുകളെ കുറിച്ച് യേശുവിന് വചനമുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൂനിയായ സ്ത്രീക്ക് കൊടുക്കുവാൻ യേശുവിൻ്റെ പക്കൽ വചനമുണ്ടായിരുന്നു. മഞ്ചത്തോട് ചേർന്ന് കിടന്നുപോയ, അല്ലെങ്കിൽ മരണത്തിൽ അകപ്പെട്ടു പോയവരെയും തിരിച്ചു കൊണ്ടുവരുന്ന യേശുവിൻ്റെ വചനമുണ്ടായിരുന്നു. യേശുവിൻ്റെ വചനം ലാവണ്യ വാക്കുകളാ. ഇന്നും അത് തന്നെയാണ്. വചനം പറയുന്നിടത്ത് ആശ്വാസം ഉണ്ടാകും. Praise, it's not because that we are making or shouting something, hallelujah, only because of the power of the word of God people are healed. ഇന്ന് രാത്രിയും ആരെങ്കിലും സൗഖ്യം പ്രാപിക്കുന്നത് പ്രസംഗിക്കുന്നവരുടെ മിടുക്ക് കൊണ്ടല്ല, അയ്യോ കൃപാവരപ്രാപ്തനായ ശുശ്രൂഷകൻ എന്നല്ല, വചനത്തിൻ്റെ ശക്തിയാലാണ് ഹൃദയത്തിൻ്റെ മുറിവുകൾ കെട്ടപ്പെടുന്നത്. തകർന്ന മനസ്സുകളെ പണിതെടുക്കുവാൻ കഴിവുള്ള ആശ്വാസത്തിൻ്റെ വചനത്തിനായി ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്യണം. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം മുഴുവൻ ഞാൻ നിന്റെ വചനങ്ങളെ വർണ്ണിക്കും, ഞാൻ നിന്റെ വചനം നിമിത്തം സ്തോത്രം ചെയ്യും, നിന്റെ ന്യായപ്രമാണത്തെ ഘോഷിക്കുവാൻ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കും, രാത്രി ആയാലും എനിക്ക് ഉറക്കം വരത്തില്ല, നിന്റെ വചനത്തെക്കുറിച്ചുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള ഓർമ്മ നിമിത്തം അർദ്ധരാത്രിക്ക് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവവചനം എപ്പോഴൊക്കെ ഓർമ്മ വരുന്നോ ദൈവമക്കൾ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കും, പാടി കർത്താവിനെ സ്തുതിക്കും, കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും. കാരണം വചനത്തിൻ്റെ ലാവണ്യത എന്ന് പറയുന്നത് എൻ്റെ മുറിവുകളെ ഉണക്കുന്നതാണ്. സ്തോത്രം. മാനുഷിക വാക്കുകൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയത്തെ പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകൾക്കൊക്കെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ശവസംസ്കാരമുണ്ടോ, ഒരു പ്രസംഗം വെച്ചിരിക്കുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടല്ല. അവിടെ ഇരിക്കുന്ന വിലപിക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് ഒരു ആശ്വാസം ഉണ്ടാകണമെങ്കിൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവീൻ. ഞാൻ പ്രസംഗിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടല്ല. കംഫോർട്ട് ഈച്ച് അതർ വിത്ത് ദീസ് വേർഡ്സ്. ഹല്ലേലൂയ. ഈ വചനങ്ങളെ കൊണ്ട്, ദൈവത്തിൻ്റെ വചനം വരുമ്പോഴാണ് അവിടെ ആശ്വാസം ഉണ്ടാകുന്നത്. മൂന്നാമത് യേശുവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്തോത്രം ഹല്ലേലൂയ, പത്രോസിനോടും ചില ശിഷ്യന്മാരോടൊക്കെ ചോദിച്ചാട്ട് ഈ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് അഭിപ്രായമിട്ടു? പ്രൈസ് ദി ലോർഡ്. ജനങ്ങളൊക്കെ പറയുന്നു, പല പല രീതികളാണ് പറയുന്നത്. യേശു ഒരിക്കൽ തിബിരിയാസ് കൈസരിൽ അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് യേശു ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തോ പറയുന്നു? സ്തോത്രം. പലരും അഭിപ്രായം പറയുന്നത്, അവർ കിട്ടിയൊരു അവസരമല്ലേ, അഭിപ്രായങ്ങളൊക്കെ ഇഷ്ടം പോലെ അഭിപ്രായ സർവേ നടത്തി. കുറച്ചുപേർ പറഞ്ഞു യേശുവിനെക്കാട്ട് ഏലിയാവെന്ന് പറയും. കാരണം യേശുവിൻ്റെ അത്ഭുത ശുശ്രൂഷകളും യേശുവിൻ്റെ പ്രസംഗ ശൈലിയൊക്കെ ആയിരിക്കാം യോഹന്നാൻ എന്ന് പറഞ്ഞ ചിലർ പറഞ്ഞു പ്രവാചകനായ യെരമ്യാവാണ്, മറ്റു പ്രവാചകന്മാരാണെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും കേട്ടിട്ട് യേശുവിന് അങ്ങോട്ട് തൃപ്തി വരത്തില്ല. അങ്ങനെ ഒന്നും നമുക്ക് കർത്താവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല ദൈവമക്കളെ. സ്തോത്രം ഹല്ലേലൂയ. വാക്കുകളുടെ ഹല്ലേലൂയ കണക്ഷന് കൊണ്ടോ ആർട്ടിക്കുലേഷൻ കൊണ്ടൊന്നും അല്ല സ്വർഗം തൃപ്തിപ്പെടുന്നത്. നമ്മൾ ഉയർത്തുന്ന ഒച്ച കൊണ്ടും ബഹളം കൊണ്ടും ഒന്നും അല്ല സ്വർഗം തൃപ്തിപ്പെടുന്നത്. നമ്മുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞോ എന്ന് ക്രിസ്തുവിനെ ബോധ്യപ്പെടുത്തണം. എല്ലാവരും മൗനമായിരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ കുറച്ചു പേരൊക്കെ അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ യേശുവിനെ കുറിച്ച് വെളിപ്പാട് കിട്ടിയിട്ട് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത് ജഡരക്തങ്ങളൊന്നുമല്ല പത്രോസ്, നിന്റെ യഹൂദ പാരമ്പര്യമോ നിന്റെ തോറായിലുള്ള അറിവോ നീ പഠിച്ച സൺഡേ സ്കൂളോ ഒന്നുമല്ല വെളിപ്പെടുത്തിയത്, ദൈവം വെളിപ്പെടുത്തി തന്നത്. അത് കഴിഞ്ഞ് അടുത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഷ കഠിനമായി. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, അല്ലെങ്കിൽ 2 മീനും കൊണ്ട് ആയിരങ്ങൾക്ക് തൃപ്തി വന്നപ്പോൾ ജനങ്ങളെല്ലാം വിചാരിച്ചു നല്ല കാര്യം, യേശുവിനെ പിടിച്ച് രാജാവാക്കി കഴിഞ്ഞാൽ ഭക്ഷ്യപ്രശ്നം തീർന്നു. നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നമ്മളും അതിനൊക്കെ ശ്രമിക്കും. കാരണം പ്രയോജനം ഉണ്ടെങ്കിൽ പിന്നെ വെച്ചോണ്ടിരിക്കാമല്ലോ. പക്ഷേ ഇവിടെ പ്രസംഗിച്ച പ്രസംഗമല്ല തിബിരിയാസ് കടലിൻ്റെ അക്കരത്ത് പ്രസംഗിച്ചത്. ഇവിടെ 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിക്കപ്പെടുന്ന ആ ഒരു വലിയ സന്തോഷം കഴിഞ്ഞപ്പോൾ അക്കരെ വന്ന ജനത്തോട് യേശുവിൻ്റെ ഭാഷ അല്പം കൂടെ കഠിനമായി. ഇതാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. അടുത്തു വരുന്തോറും എളുപ്പമായത് കൊടുക്കുന്നതല്ല യേശുവിൻ്റെ പദ്ധതി. അല്ലെങ്കിൽ ഗ്രാജുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രസംഗം അങ്ങോട്ട് കഠിനമായി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാണ്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്നുള്ള വചനം കേട്ടപ്പോൾ നേരത്തെ നല്ല അഭിപ്രായം പറഞ്ഞവരും അപ്പം തിന്നവരും തൃപ്തിയാവരും പറഞ്ഞു, ഇത് കഠിനവാക്കാണ്, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന കഴിച്ചിട്ടും ഭക്ഷിച്ചു പോയി, പക്ഷെ എന്നെ ഭക്ഷിക്കുന്നവർ
അവരാ ഉടനെ യേശുവിൻ്റെ 33.5 വയസ്സുള്ള ശരീരത്തിലേക്ക് നോക്കിയിട്ട് ഈ മാംസമാണോ, ഇത് മട്ടനാണോ ബീഫാണോ എന്ന് അവിടെ അടിയുണ്ടായപ്പോഴാണ് യേശു പറഞ്ഞത് ഗ്രഹിക്കാൻ അവർക്ക് മനസ്സില്ല. പറഞ്ഞൊരു വിഷയം ഉണ്ടാകുന്നതിന് മുമ്പ് അവരെല്ലാം 4 വഴിക്ക് പോയി. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് യേശു തലപൊക്കി ചോദിച്ചു, 12 പേരോട് ചോദിച്ചു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം, കാരണം അതിനുള്ള ഓപ്ഷൻ നിങ്ങൾക്കും ഉണ്ട്, ഇവിടെ ആരെയും പിടിച്ചൊന്നും നിർത്തത്തില്ല. ഉടനെ പത്രോസ് മുന്നോട്ട് വന്ന് ഈ പ്രാവശ്യം പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകാനാ? സ്തോത്രം. പോകാനാണെങ്കിൽ എവിടെ പോകാനാ? കാരണം അപ്പം ഞങ്ങൾക്ക് കടയിൽ കിട്ടും, മീൻ മാർക്കറ്റിൽ കിട്ടും, പക്ഷെ നിന്റെ പക്കൽ ഒന്നുണ്ട്, നിത്യജീവന്റെ മൊഴികളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ വിട്ടു പോകാത്തത്. കടലും വലയും പടകും വലിച്ചെറിഞ്ഞിട്ട് പുറകെ ഇറങ്ങിയത് ഈ മണ്ണിലെ താൽക്കാലിക സുഖങ്ങളും മോഹങ്ങളും കണ്ടുകൊണ്ടല്ല. ഞങ്ങൾ നടക്കുന്ന വഴിക്ക് അങ്ങേയറ്റമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു. നിത്യജീവന്റെ മൊഴികളുണ്ട്. അതെ, യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത ഈ മണ്ണ് കൊണ്ട് അവസാനിക്കാത്ത കല്ലറയ്ക്കപ്പുറത്ത് ചലിക്കുന്ന ഒരു ജീവിതത്തിന് നമ്മെ ഉടമസ്ഥരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ നിത്യജീവന്റെ മൊഴികൾ അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് നാം കേൾക്കുന്ന വചനങ്ങളൊക്കെ നിത്യതയുമായി ബന്ധപ്പെട്ട വചനങ്ങളായിരിക്കണം. ഹല്ലേലൂയ. ഇവിടുത്തെ 50, 60, 70, 80, 90 വയസ്സ് ജീവിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങളുടെ കൂമ്പാരങ്ങളല്ല എനിക്കും നിങ്ങളുടെ മുമ്പിൽ നിരത്തുവാനുള്ളത്. എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത്, ഈ മണ്ണ് വിട്ട് കഴിഞ്ഞാലും ഒരു ജീവിതം നമുക്കുണ്ട്. അതിനുവേണ്ടി എങ്ങനെ ഒരുങ്ങാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ 66 പുസ്തകങ്ങൾ ദൈവം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. അതിൻ്റെ ആധികാരികതയും അതിൻ്റെ കാനൂനിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഡിബേറ്റിൻ്റെ ബഹളമാണ് ഈ ദിവസങ്ങളൊക്കെ. പലയിടത്തും അതിൻ്റെ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, തർക്കിക്കാൻ പോയാൽ എങ്ങും ആരും എത്തത്തില്ല. ആര് തർക്കിച്ചിട്ടും, കാരണം ഒരാളും വിട്ടുകൊടുക്കാത്തതുകൊണ്ട് ഒരു വീട്ടിൽ പോലും ജയിക്കുന്നില്ലല്ലോ. പിന്നല്ലയോ ഈ വേദപുസ്തകം കൊണ്ട് തർക്കിക്കാൻ പോകുന്നത്. യേശു ഇല്ലെന്നും തെളിയിക്കുന്നത്, യേശു ഉണ്ടെന്നും തെളിയിക്കുന്നത് ഈ പുസ്തകം കൊണ്ടാണ്. നിരീശ്വരവാദികളും വായിച്ചിട്ട് പഠിച്ചിട്ട് തെളിയിക്കുന്നത് ഈ പുസ്തകം കൊണ്ട്. അതുകൊണ്ട് പൗലോസ് അവസാനം പറഞ്ഞു, തർക്കിക്കാനാണെങ്കിൽ ഞങ്ങൾ ആ കാര്യത്തിന്, വിശ്വസിക്കാനാണെങ്കിൽ കൊള്ളാവുന്ന ഏക പുസ്തകം ഇതുമാണ്. പ്രൈസ് ദി ലോർഡ്. തർക്കിക്കാനാണെങ്കിൽ ഇതും കൊണ്ട് ആവശ്യമില്ല. തർക്കത്തിന് പിന്നെ അത്യാവശ്യം അറിയാൻ പറ്റാത്തവർക്ക് കാര്യങ്ങളെ വിഭാഗിച്ച് റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്, അങ്ങനെ ഒരു വിഷയമുണ്ട്. അല്ല, ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന, യഥാർത്ഥമായി വിഭാഗിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അത് ടീച്ചിങ് പ്രൊഫഷൻ, അതിനെ ഞാൻ എതിരല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്ക് തർക്കം വാദമൊന്നുമില്ല. എന്നാലും ഈ 66 പുസ്തകങ്ങളുള്ള ഈ പുസ്തകത്തിൽ ഒരു കൂട്ടർ പറയുന്നു പഴയ നിയമം നമുക്ക് വേണ്ട, ഒരു കൂട്ടർ പറയുന്നു പുതിയ നിയമം മാത്രം മതി, ഒരു കൂട്ടർ പറഞ്ഞ് രണ്ടും വേണം, ഒരു കൂട്ടർക്ക് പഴയ നിയമത്തോട് മാത്രമാണ് താല്പര്യം, ഒരു കൂട്ടർക്ക് പുതിയ നിയമത്തോട് മാത്രമാണ് താല്പര്യം. ആകെ കൺഫ്യൂഷനായി കഴിഞ്ഞു നമ്മൾ, ഇത് ഏതാണ് നല്ലതെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് രണ്ടായിട്ട് കാണാതിരിക്കുന്നതാണ് ബുദ്ധി. സ്തോത്രം. പഴയ നിയമമൊന്നും എവിടുന്ന് വന്നത് എനിക്കറിയത്തില്ല, അത് പേരിനകത്തായിരിക്കാം. പുതിയ നിയമമൊന്നും ഇത് രണ്ടില്ല. ഈ തമിഴിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ പറഞ്ഞ ഏർപ്പാടെന്ന്, ഇതിന് നല്ലൊരു ഏർപ്പാട് തന്നെ, പഴയ ഏർപ്പാടും പുതിയ ഏർപ്പാട്, അത് ഹല്ലേലൂയ. അപ്പം നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ദൈവത്തിൻ്റെ 2 സ്വഭാവ വിശേഷതയാണ് ഈ 66 പുസ്തകത്തിൽ 1189 അധ്യായങ്ങളായി 31,173 വാക്യങ്ങളായി. ഇനി അക്ഷരം പറയുന്നവരുണ്ട്, പക്ഷേ പല ബൈബിളിലും അക്ഷരം വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാൻ അക്ഷരം പറയാൻ പോകുന്നില്ല. ഇത്രയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ 2 സ്വഭാവങ്ങളാണ്. 39 അധ്യായങ്ങളായിട്ട് ദ ലോ ഓഫ് ഗോഡ്സ് റൈച്ചസ്നെസ്, ദൈവത്തിൻ്റെ നീതിയുടെ പ്രമാണമാണ്. നീതിമാനായ ദൈവം, പാപത്തോട് ഒത്തുതീർപ്പ് ചെയ്യാത്ത ദൈവം, പാപത്തിന് മുഖം കൊടുക്കാത്ത, പാപം കണ്ടാൽ മുഖം തിരിച്ചു നിൽക്കുന്ന, പാപത്തിന് ശിക്ഷ വിധിക്കുന്ന ദൈവത്തിൻ്റെ നീതി എന്ന സ്വഭാവമാണ് പഴയ നിയമം, അല്ലെങ്കിൽ നാം പറയുന്ന ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തിനകത്ത് വെളിപ്പെട്ട് കാണുന്നത്. നീതിമാനായ ദൈവം. എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗമാണ് സ്നേഹവാനായ ദൈവത്തിൻ്റെ പ്രതിഫലനമാണ്. ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ നീതിമാനായ ദൈവത്തിൻ്റെ സ്വഭാവവും ആ ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും സ്വഭാവമാണ് അല്ലേ നാം പറയുന്ന മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പം ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും സമാധാനവും തമ്മിൽ ചുംബിക്കുന്ന ഒരു സന്ദേശമാണ് തിരുവചന സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ സംഭവങ്ങളോ പുതിയ നിയമത്തിലെ സംഭവങ്ങളോ വേർതിരിച്ച് കാണാതെ അതിനെ വിശദമായി പഠിക്കുക. ഇതിനകത്ത് എനിക്ക് എടുക്കാവുന്നതുണ്ട്, ഞാൻ എടുക്കരുതാത്തതുണ്ട്, ഇത് എന്താണ് ഞാൻ അനുസരിക്കേണ്ടത്, അനുവർത്തിക്കാതിരിക്കേണ്ടത് ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചുള്ള വിശകലനമാണ് വചനം നമുക്ക് കൈകാര്യം ചെയ്തു തരുന്നത്. സ്തോത്രം. ഇനി നാം എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ തന്നെ സ്തോത്രമല്ല, യേശുവിൻ്റെ ഔന്നത്യം, ഹൈ ക്രിസ്റ്റോളജിയാണ്. യേശു ആരാണെന്നുള്ള ഒരു വലിയ വെളിപ്പാടിലേക്കാണ് നാം കടന്നു പോകേണ്ടത്. ആ ഭാഗത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. വിശേഷ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ 2 അല്ലേ, ഒന്ന് ദ ഹൈ എക്സലൻസി ഓഫ് ഹിസ് ഹ്യൂമാനിറ്റി, യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ശ്രേഷ്ഠത.
ഒരു മനുഷ്യൻ എങ്ങനെ മണ്ണി ജീവിക്കണമെന്ന് ആദമിനെ നിർമ്മിക്കുമ്പോൾ ദൈവം സ്വപ്നം കണ്ടോ, ആ സ്വപ്നത്തിൻ്റെ നിവൃത്തീകരണമാണ് യേശു മനുഷ്യനായി തീർന്നപ്പോൾ ഈ മണ്ണിൽ ജീവിച്ച് കാണിച്ചു തന്നത്. ഒരു നല്ല മനുഷ്യനായിട്ട് ഈ മണ്ണിൽ എങ്ങനെ ജീവിക്കാം. അതിനുവേണ്ടി പ്രത്യേകിച്ച് കൗൺസിലിങ്ങിനും കോച്ചിങ്ങിനും ഒന്നും പോണ്ട. ക്രിസ്തുവിലുള്ള ഭാവം നമ്മിലുണ്ടായാൽ മാത്രം മതി. യേശുവിൻ്റെ മനുഷ്യത്വം 4 സുവിശേഷങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത് ദ എക്സലൻസി ഓഫ് ഹിസ് ഹ്യൂമാനിറ്റി. ഒരു നല്ല മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ സംസാരിക്കണം, എവിടെ സംസാരിക്കണം, എവിടെ സംസാരിക്കരുത്, എങ്ങനെ പെരുമാറണം, എങ്ങനെ മാതാപിതാക്കൾക്ക് വിധേയപ്പെടണം, ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് ഒക്കെ നമുക്ക് തരുന്നത് സുവിശേഷങ്ങളാണ്. അടുത്ത 21 ലേഖനങ്ങളിലേക്ക് വരുമ്പോഴാണ് യേശുവിൻ്റെ എക്സലൻസി ഓഫ് ഹിസ് ഡിവിനിറ്റി, ദൈവത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. യേശു എന്ന ദൈവം, ഹല്ലേലൂയ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ ഒരാളോട് സംസാരിച്ചു. യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നവരാണ്. ഒരു കൂട്ടർ പറയുന്നു പഴയ നിയമത്തിലെ ദൈവമല്ല നമ്മുടെ ദൈവം എന്ന് പറയുന്നു. ആകെ കൺഫ്യൂഷനായി ഒരു ജനറേഷൻ വശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകർ വിശ്വാസ ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ യേശുവിൻ്റെ ദൈവത്വം എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമായി കൊണ്ടു നടക്കണം. ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ഔന്നത്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറയണം. യേശു എന്ന നാമത്തെ എവിടൊക്കെ ഉയർത്താമോ. നമ്മുടെ ഇന്ന് വളരെ സന്തോഷം തോന്നിയാൽ നമ്മൾ ഇന്ന് ആത്മാവിൽ പാടുമ്പോൾ ഗീതം ജയ ജയ ഗീതം, കല്ലറകൾ കൊതുക്കുവാൻ കഴിയാത്ത ക്രിസ്തുവിൻ്റെ ശക്തിയുടെ ഉന്നതിയെക്കുറിച്ച് ആത്മാവിൽ പാടുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. നമ്മുടെ ആരാധനകളിലൊക്കെ ക്രിസ്തുനാമത്തെ ഉയർത്തുന്ന, ദൈവനാമത്തെ ഉയർത്തുന്ന പാട്ടുകൾ കൊണ്ട് സമ്പുഷ്ടമായി തീരണം. ഈ മണ്ണിലെ പച്ചമുളയ്ക്കുന്ന വിഷയങ്ങൾക്ക് പാട്ടുകൾ പാടിയും ആരാധന നടത്തിയും പ്രാർത്ഥിച്ചും ഒതുങ്ങാതെ ഇന്ന് രാത്രി ഹല്ലേലൂയ നിത്യതയുടെ ദർശനത്തോടെ വേണം ആരാധിക്കുവാൻ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ ഹല്ലേലൂയ പ്രധാനമായി ഹല്ലേലൂയ നാം കാണുന്ന 4 സുവിശേഷ പുസ്തകങ്ങളിലാണ് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ശ്രേഷ്ഠത പച്ചയായി വിവരിച്ചിരിക്കുന്നത്. ഒന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന് ഞാൻ വായിക്കുന്നില്ല. എഫേസർ 1:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ദൈവത്വം എന്താണെന്ന് അവിടെ പറയുകയാണ്. സ്തോത്രം. എന്താണ് അവിടെ പറയുന്നത്? നാം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. സ്തോത്രം. ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം യേശുവിൻ്റെ കല്ലറയ്ക്കകത്തേക്ക് ഉണ്ടായ വിഷയത്തെക്കുറിച്ചാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. ഈ ശക്തി അങ്ങനെ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ഉയർത്തിക്കൊണ്ടുപോയി സകല അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും മീതെ ക്രിസ്തുവിനെ തലയാക്കി ഈ ലോകത്തിലുള്ളതിന് മാത്രമല്ല വരുവാനുള്ളതിനും കൂടെ യേശുവിനെ അധികാരിയാക്കി മാറ്റിയിട്ട് തൻ്റെ ഭരണ സംവിധാനം എന്ന് പറയുന്ന ഒരു സഭ, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, അങ്ങനെ സഭയുടെ തലയാക്കി വെച്ചിട്ട് സകലതും പൂരിപ്പിക്കുവാൻ വേണ്ടി സഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. യേശുവിൻ്റെ ഔന്നത്യമോട് ഓർപ്പിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് വരുമ്പോൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ഔന്നത്യം പറയുകയാണ്. അവനെ ഹല്ലേലൂയ സകല നാമത്തിനും മീതെയുള്ള നാമം നൽകി. അങ്ങനെ സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ മുഴങ്കാലൊക്കെയും യേശുവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നാമത്തിൽ മടങ്ങുകയും എല്ലാ നാവും ഏറ്റുപറയുന്നത് യേശു കർത്താവ്. ഹല്ലേലൂയ. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ കൊലോസ്യ ലേഖനത്തിലാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ യേശുവിൻ്റെ ഹല്ലേലൂയ ഔന്നത്യത്തെക്കുറിച്ച് പറയുകയാണ്. യേശു ആരാണ്? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. അവൻ സർവ്വസൃഷ്ടിക്കും ആരംഭമാണ്. ഹല്ലേലൂയ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, ഈ ലോകത്തിലുള്ളതാകട്ടെ, സകലതും അവൻ മുഖാന്തരമുള്ളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അവൻ എല്ലാറ്റിനും മീതെയുള്ളവൻ എന്ന് പറഞ്ഞ് യേശുവിനെ ഉയർത്തുകയാണ്. ഒടുവിലായി യേശുവിൻ്റെ ഔന്നത്യത്തെ ഏറ്റവും ശ്രേഷ്ഠമായി ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്ന ലേഖനമാണ് എബ്രായ ലേഖനം. ഇത് പറയുവാനാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞു വന്നത്. ഇനി 1-ാം അധ്യായം തൊട്ട് പറഞ്ഞു പോകുന്നില്ല. എല്ലാ അധ്യായങ്ങളിലും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് യേശുവിൻ്റെ ശ്രേഷ്ഠത. അങ്ങനെ യേശുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന എബ്രായ ലേഖനത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്ന് തന്നെ ദൈവസഭയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. യഹൂദ പാരമ്പര്യത്തിൽ പശ്ചാത്തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന, നമുക്കങ്ങനെ പറയുന്നത് ശരിയാണോ? ക്രിസ്തീയ മാർഗം എന്നൊക്കെയാണ് എളുപ്പമല്ല. ക്രിസ്തീയ മതം എന്നത് ദൈവമക്കൾ അംഗീകരിക്കപ്പെടുന്നതല്ല. നാം ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ വിശദീകരണത്തിന് പോകുന്നില്ല. നമ്മൾ സത്യത്തിൽ ക്രിസ്തു മാർഗക്കാരാണ്.
ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ 1-ാം നൂറ്റാണ്ടിലല്ലേ ഈ മാർഗക്കാർ, ദ പീപ്പിൾ ഓഫ് ദ വേ, ഈ മാർഗക്കാർ, ഏക വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവർ. അന്നേ അതിൻ്റെ അർത്ഥം കുത്തിക്കുറിച്ച് വെച്ചിരുന്നു. വേറൊരു വഴിയിൽ കൂടെ സഞ്ചരിക്കാതെ, ഇടം വലം നോക്കാതെ ഒരു ലക്ഷ്യത്തിൽ കൂടെ നടക്കുന്ന ഏക വഴി മാത്രം മുമ്പിലുള്ള ആ വഴി സത്യമാണ്, ആ വഴി നടക്കുന്ന വഴിയ ജീവനാണ്. ഇതാണ് യേശു വെളിപ്പെടുത്തിയത്. ഞാനാകുന്ന വഴി, ഈ വഴി സത്യമാണ്, ഈ വഴി ജീവനാണ്. നിങ്ങൾ ഇതിനകത്ത് കയറി നിന്നാൽ മതി. ഇതൊരു കൺവെയർ ബെൽറ്റ് പോലെ, ഇതിനൊരു ലക്ഷ്യമുണ്ട്, ഇത് അവിടെ മാത്രമേ ചെന്നെത്തത്തുള്ളൂ. ഈ വഴി വിട്ടു പോകരുത് എന്നുള്ള പ്രമാണങ്ങളാണ് പിന്നീടുള്ള വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ക്രിസ്തുവിൻ്റെ ഔന്നത്യം എന്താണെന്ന് എബ്രായ ലേഖനത്തിൽ പറയുവാനുള്ള കാരണമാണ് യഹൂദ പശ്ചാത്തലത്തിൽ കാണാനും കേൾക്കാനും മണക്കാനും ആചരിക്കാനും കൊടുക്കാനും വാങ്ങാനുമുള്ള ഇഷ്ടം പോലെ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച ഉണ്ടായിരുന്ന ഒരു കൂട്ടം സമൂഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക്, ക്രിസ്തു മാർഗത്തിലേക്ക് സുവിശേഷകരാൽ ആകർഷിക്കപ്പെട്ട് വചനത്തിൻ്റെ വെളിപ്പാടിൽ കൂടെ ദൈവസഭയുടെ അല്ലെങ്കിൽ ഈ മാർഗത്തിൻ്റെ അംഗങ്ങളായി മാറി. കാലപ്പഴക്കം കൊണ്ട് അവരുടെ ആത്മീയ അപജയമുണ്ടായി. അത് 1-ാം നൂറ്റാണ്ട് തൊട്ട് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഏതാണ്ട് 30 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ക്രിസ്തീയ സഭയിൽ, സമൂഹത്തിൽ ആത്മീയ അപജയങ്ങൾ, സ്പിരിച്വൽ ഡിപ്രാവിറ്റി, ആത്മീയ മൂല്യശോഷണം ഉണ്ടായി. അത് 2023 ഈ മെയ് മാസം 19-ാം തീയതിയും ഇതിനൊട്ടും കുറവല്ല. ഹല്ലേലൂയ. ഇതിൻ്റെ നടുവിലാണ് മൂല്യമുള്ള ക്രിസ്ത്യാനികളായി നാം ജീവിക്കേണ്ടത്. ഇതാ കാലഘട്ടത്തിന്റെ ആവശ്യം. എത്ര ഉച്ചത്തിൽ കൈയടിച്ചു, എത്ര പ്രസംഗം പ്രസംഗിച്ചു, എത്ര പേരെ സഹായിച്ചു, അതൊക്കെ ഒരു ഭാഗമാണ്. ഇറ്റ്സ് ആൻ അതർ സൈഡ് ഓഫ് അവർ വർഷിപ്പ്. ദ ട്രൂ വർഷിപ്പ് മീൻസ്, എങ്ങനെ സത്യാരാധന എന്ന് പറയുന്നത്, ഈ ജീവിതം കൊണ്ട് ദൈവത്തിന് എന്ത് ഗുണമുണ്ടായി. ഈ മണ്ണ് വിട്ട് കടന്നു പോകുമ്പോൾ മനുഷ്യരുടെ കയ്യടിയല്ല, സ്വർഗത്തിന്റെ കയ്യടി കിട്ടിയോ എന്നറിയുന്ന ഒരു ആത്മീയ ചിട്ടയും നിഷ്ഠയും കാഴ്ചവെച്ചാൽ നാം ക്രിസ്തുവിൽ ധന്യരായി. അത് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിയണം, സ്വർഗം അംഗീകരിച്ച ഒരു ആത്മീയ ജീവിതമാണ്. ഇറ്റ്സ് അറ്റസ്റ്റഡ് ബൈ ഗോഡ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ഗോഡ്. ദൈവത്തിൻ്റെ അറ്റസ്റ്റേഷൻ കിട്ടിയ ഒരു ആത്മീയ ജീവിതം, ദൈവത്തിൻ്റെ സീല് വെച്ച ഒരു ആത്മീയ ജീവിതം. ഇവൻ എൻ്റെ മകൻ. അതുകൊണ്ടല്ലേ യേശുവിൻ്റെ ശുശ്രൂഷയുടെ കാലം അങ്ങോട്ട് തുടങ്ങിയപ്പോൾ നമ്മളൊക്കെ ഒരാളൊക്കെ അപ്രൂവൽ കൊടുക്കുന്നത് ഒരു ശുശ്രൂഷ ഒരു 10-30 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഒരു അംഗീകാരം അങ്ങോട്ട്. ഓർഡിനേഷൻ എന്നൊക്കെ പറയും, അത് വേറൊരു വിഷയം, ഇപ്പം അതിൻ്റെ പുറകെ പോകുന്നില്ല. അപ്പം നമ്മളിതൊക്കെ കൊടുക്കുന്നത് ആദ്യമേ ഇവാഞ്ചലിസ്റ്റ് ആക്കും, പിന്നെ എന്താക്കും, നമ്മുടെ ഒരു സംസ്കാരം പറയാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പാസ്റ്ററാക്കും, ഓർഡിനേഷനൊക്കെ പറയും. ഓക്കെ, എന്തു ആയിക്കൊള്ളട്ടെ, അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു, അതിലൊക്കെ അംഗീകരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ അംഗീകാരത്തിന് ഒരത്ഭുതവും ചെയ്യണ്ട. യേശു 30-ാമത്തെ വയസ്സിൽ അവന് പ്രവൃത്തി ആരംഭിച്ചപ്പോൾ 30 വയസ്സായിരുന്നു. അതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ നാം വായിക്കുന്നത്, വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ സ്വർഗം തുറന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ 30 വർഷം ഒരു രോഗിയെ സൗഖ്യമാക്കിയിട്ടില്ല, ഒരു മരിച്ചവർ എഴുതേറ്റിട്ടില്ല. ആകെ ചെയ്തത് ബൈബിളിൽ വായിക്കുന്നത്, നസറേത്തിൽ ചെന്ന് അപ്പനും അമ്മയ്ക്കും കീഴടങ്ങി പാർത്തു. മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചാലും അംഗീകാരം കിട്ടുമെന്ന് ഉറപ്പാണ്. ക്രൈസ്റ്റ് അതല്ലേ അങ്ങനെ തുടങ്ങുന്നത്. ഈ മണ്ണിലെ 1-ാമത്തെ അറ്റസ്റ്റേഷൻ, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ മിറക്കിൾസ് ഓർ ദ ഫാന്റസീസ് ആൻഡ് ഫാൻസീസ് യു ആർ ഡൂയിങ്, ഓൺലി ബിക്കോസ് ഓർ സബ്മിസീവ് ടു ദ അതോറിറ്റീസ് വിച്ച് ഗോഡ് ഹാസ് ഗിവൻ ടു അസ്. ദൈവം തന്ന അധികാരങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നതാ അംഗീകാരത്തിൻ്റെ മുഖലക്ഷണമായി മാറിയത്. അപ്പോൾ 1-ാമത്തെ അംഗീകാരം 30-ാമത്തെ വയസ്സിൽ ഒറ്റ പ്രസംഗം ആകെ നസ്രയത്ത് പള്ളിയിൽ പോയി യേശു ഒരു പ്രസംഗം പ്രസംഗിച്ചു, എൻ്റെ ശുശ്രൂഷ ഇതാണെന്ന് പറഞ്ഞു കാണും. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 12-ാമത്തെ വയസ്സിൽ ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നടുവിൽ ചോദ്യം ചോദിക്കുന്ന ഒരു ന്യായപ്രമാണ പുത്രനെയാണ് കണ്ടത്. അല്ലാതെ അംഗീകരിക്കത്തക്ക ശുശ്രൂഷയുടെ മാനിഫെസ്റ്റേഷൻ ഒന്നും യേശു ചെയ്തിട്ടില്ല. പക്ഷെ സ്വർഗം അംഗീകരിക്കുന്നത് പുറമേയുള്ള കാര്യങ്ങൾ കണ്ടിട്ടല്ല, ഉള്ളറിഞ്ഞാണ്. ശുശ്രൂഷയുടെ തുടക്കത്തിൽ യേശുവിന് കിട്ടിയ അംഗീകാരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ മണ്ണിലേക്ക് പിറക്കുവാൻ അവസരം കൊടുത്തുവെങ്കിൽ കഴിഞ്ഞ 30 വർഷക്കാലം ഞാൻ ആഗ്രഹിച്ച ജീവിതം ഈ മണ്ണിൽ കാഴ്ചവെച്ചു എന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മെ അംഗീകരിക്കുന്ന. അങ്ങനെ ദൈവമക്കളെ, സ്തോത്രമല്ലയ്യ. നമ്മളൊക്കെ ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും ഒക്കെ എഴുതാൻ താല്പര്യമുള്ളവരാണ്. എനിക്കും കിട്ടിയ അവസരം കിട്ടി എഴുതണമെന്നൊക്കെ ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ട് എഴുതുന്നില്ലെന്നേ ഉള്ളൂ. സാധാരണ ഒരു 60, 70, 80 വയസ്സ് ജീവിച്ചിരിക്കുന്ന ആൾ ഒരു ജീവചരിത്രം എഴുതിയാൽ, അല്ലെ ആത്മകഥ എഴുതിയാൽ ചുരുങ്ങിയത് എത്ര പേജ് കാണും? മിനിമം നമ്മളെല്ലാം വായിച്ചുള്ളല്ലോ, എത്ര പേജ് കാണും? നമ്മളത് വായിക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ 500-600 പേജൊക്കെ എഴുതി വെക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ലല്ലോ, നമുക്കറിയത്തില്ല. പക്ഷേ ഒരാൾ ദൈവത്തിൻ്റെ കൂടെ 300 വർഷം നടന്നു. ഹി വാക്ക്ഡ് വിത്ത് ഗോഡ് ഫോർ 300 years. 300 വർഷം നടന്നു. ആരാ? ഹാനോക്ക്. 300 വർഷം നടന്ന ചരിത്രമൊക്കെ എഴുതണമെങ്കിൽ എത്ര വാക്കുകൾ വേണം, എത്ര പുസ്തകം വേണം? ഗോഡ് സമ്മറൈസ്ഡ് ഇൻ 3 words. ആ 300 വർഷത്തെ ജീവിതത്തെ ദൈവം അരച്ച് കുറുക്കിയെടുത്തിട്ട്, ഹല്ലേലൂയ, ഹി പ്ലീസ്ഡ് ഗോഡ്. എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പറഞ്ഞു.
300 വർഷത്തെ ജീവിതത്തിന് ദൈവത്തിന് 3 വാക്ക് മതി സകല അംഗീകാര പത്രം കൊടുക്കുവാൻ. എൻ്റെ 60, 50, 70 വയസ്സിൻ്റെ ജീവിതയാത്ര ഓടിത്തീരുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു വാക്കെങ്കിലും അംഗീകാരമായി ഈ ജീവിതം കൊണ്ട് നേടിയെടുത്താൽ ക്രിസ്ത്യ ജീവിതം ധന്യമായി. അതിനപ്പുറത്ത് ശുശ്രൂഷയുടെ എക്സ്പീരിയൻസ് ഒന്നുമല്ല ദൈവത്തിന് വേണ്ടത്. എൻ്റെ കുടുംബജീവിതം കൊണ്ട്, എൻ്റെ തലമുറകളെ കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട്, ശുശ്രൂഷ കൊണ്ട് ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ 30ാമത്തെ വയസ്സിൽ കിട്ടിയ അംഗീകാരം ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഓർഡിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് 33.5 വയസ്സുള്ളപ്പോൾ മറുരൂപമലയിൽ വെച്ച് കഴിഞ്ഞ 3.5 വർഷത്തെ ശുശ്രൂഷയെ ഒന്ന് ദൈവം അവലോകനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇവനെ പത്രോസും യാക്കോബും യോഹന്നാനും ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിയാലും ഉറങ്ങിയില്ലേലും ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇവനെ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്കും മരിക്കുന്നതിന് തൊട്ട് മുമ്പും ശുശ്രൂഷയെ ആരംഭിക്കുമ്പോഴും സ്വർഗത്തിൻ്റെ കയ്യടിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ശുശ്രൂഷയിൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളൊക്കെ കിട്ടിയ ജനം ഇപ്പോൾ ആത്മീയ അപജയം സംഭവിച്ചു. ആത്മീയ അപജയം സംഭവിച്ചപ്പോൾ പ്രധാനമായി 6 വിഷയങ്ങളുണ്ടെങ്കിലും 4 കാര്യങ്ങളെ ഇന്ന് രാത്രി പറയുവാൻ സമയമുള്ളൂ. നമ്മൾ ഈ ബെറ്റർ തിങ്കിലേക്കൊക്കെ പ്രവേശിക്കണം. എബ്രായ വിശ്വാസികൾക്ക് 4 രീതിയിലുള്ള ആത്മീയ ക്ഷീണം സംഭവിച്ചു. ആത്മീയ ക്ഷീണം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സ്പിരിച്വൽ എക്സസൈസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്, വാമപ്പ് ചെയ്യണം. പണ്ട് ഒരു 20 വർഷം മുമ്പുണ്ടായിരുന്ന ഉണർവ് ഇപ്പോൾ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നതല്ല. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? വി നീഡ് ടു ടെസ്റ്റ് അവർ സെൽഫ്. ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ കാലഘട്ടമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ എവിടെ തുറന്നാലും മോട്ടിവേഷൻ സ്പീക്കേഴ്സ്. അവരുടെ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷണൽ മെസ്സേജ് എന്ന് പറയുമ്പോൾ ബി പോസിറ്റീവ്. എല്ലായിടത്തും നിങ്ങൾ ആരായിരിക്കണം? ഇൻ ദ മിഡ്സ് ഓഫ് എവറി കലാമിറ്റീസ്, ഇൻ ദ മിഡ്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺ, യു നീഡ് ടു ബി പോസിറ്റീവ്. കഴിഞ്ഞ 3 വർഷമായിട്ട് പോസിറ്റീവ് എന്ന വാക്ക് കേട്ടാൽ എല്ലാവർക്കും പേടിയായിരുന്നു. ഈ കോവിഡ് വന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവെ ചെല്ലുമ്പോൾ നെഗറ്റീവ് ആയിരിക്കണേ, നെഗറ്റീവ് ആയിരിക്കണേ, നെഗറ്റീവ് ആയിരിക്കണേ, അല്ലേ? പോസിറ്റീവ് എന്ന് കേട്ടാൽ ക്വാറന്റൈൻ, വീടിനകത്തിരിക്കണം, മാസ്ക്, ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആ പോസിറ്റീവ് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആൾക്കാരങ്ങ് പേടിയായിപ്പോയി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്ന അങ്ങനെയുള്ള വിഷയമല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. ജനങ്ങൾ, യു നീഡ് ടു ടെസ്റ്റ് യുവർ സെൽഫ് വെദർ യു ആർ പോസിറ്റീവ് ഇൻ യുവർ സ്പിരിച്വൽ മാറ്റേഴ്സ്. ആത്മീക വിഷയത്തിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരാണോ എന്ന് പരിശോധിക്കണം. പ്രായം കൊണ്ട് മങ്ങാത്ത വിശ്വാസത്തിന് ഉടമസ്ഥരായിരിക്കണം നാം. കാലപ്പഴക്കം കൊണ്ട് അകത്ത മനുഷ്യൻ ക്ഷീണിക്കാൻ പാടില്ല, പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കും. അത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നുണ്ട്. അത് കാലേബും പറഞ്ഞു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പുറമെ 55 വയസ്സിൽ തൊക്കൊക്കെ ചുക്കി ചുളുങ്ങിയേക്കാം, തലയൊക്കെ പഞ്ഞി പോലെ വെളുത്തേക്കാം, പക്ഷേ അകത്ത മനുഷ്യൻ ഒരു 5 പോലും ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. വർഷം എത്ര കഴിഞ്ഞാലും അവസാനത്തെ ശ്വാസം അകത്തോട്ട് വലിച്ചിട്ട് പുറത്തോട്ട് വിടുവാൻ കഴിഞ്ഞില്ലെങ്കിലും അന്നേരം അകത്ത മനുഷ്യൻ പുഷ്ടിയോടെ, സുബോധം പുറമേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അകത്ത മനുഷ്യൻ്റെ ഉൾക്കരുത്ത് നഷ്ടപ്പെടാത്തൊരു ആത്മീയത്തിന് വേണ്ടി കൊതിക്കണം. ദൈവമക്കളെ, വിശ്വാസത്തിൽ ഇരിക്കുന്നു പരിശോധിക്കണം. എബ്രായ വിശ്വാസികൾ ക്ഷീണിക്കാൻ തുടങ്ങി. പ്രധാനമായ 4 ക്ഷീണം അവർക്കുണ്ടായത്. ഒന്നാമത് അവർക്കുണ്ടായതാണ് 2-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞില്ല, ബാക്കി എല്ലാ ഭാഗം വിട്ടിട്ട് ഇതിൻ്റെ പ്രവേശികയിലേക്ക് വരികയാണ്. ഹീബ്രു ചാപ്റ്റർ 2:1. ഒന്നാമത് അവർക്കുണ്ടായ ആത്മീക ക്ഷീണം എന്ന് പറയുന്നത്, അവർക്കുണ്ടായത് ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവസന്നിധിയിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അവർ ഒഴുകിപ്പോകാൻ തുടങ്ങി. സ്തോത്രം. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് വല്ലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അല്ലെങ്കിൽ കേട്ട വചനമാണ് അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ഒഴുകിപ്പോയത്? ആത്മീയ പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ്. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിലേക്ക് കടന്നു വന്നു. പീഡകളുടെയും പ്രതികൂലത്തിൻ്റെ നടുവിലാണ് അവർ കടന്നുപോയത്. 10-ാം അധ്യായം മുഴുവൻ എബ്രായ വിശ്വാസികൾ കടന്നുപോയ പീഡയുടെ ഭാഗങ്ങളുണ്ട്. 11-ാം അധ്യായം അതിനെ സമർത്ഥിക്കുന്നുമുണ്ട്. ഹല്ലേലൂയ. നിന്ദകളാലും കൂട്ടുകാഴ്ചകളാലും അപമാനിക്കപ്പെട്ടും ലോകത്തിലെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു വരുന്നപ്പോഴാണ് ക്രിസ്ത്യ വിശ്വാസത്തിന് മാന്യമുണ്ടായത്. ആ മാന്യമുണ്ടായ ഒന്നാമത്തെ കാരണം, വചനം കേട്ടെങ്കിലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല, കൈക്കൊണ്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ സന്ദേശം. മുഖവരെയാണ് ഒന്നാമത്തെ സന്ദേശം. അതാണ്, വചനം കേട്ടാൽ പോരാ, അതിനെ ഉൾക്കൊള്ളാൻ ഒരു മനസ്ഥിതി നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, ദ വേർഡ് ഓഫ് ഗോഡ് നെവർ മെയ്ഡ് ആൻ ഇമ്പാക്ട് ഓർ ഇൻഫ്ലുവൻസ് ഇൻ ദർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ വചനം കേട്ടെങ്കിലും പ്രസംഗം കേട്ടെങ്കിലും ഒരു സ്വാധീനം ഉണ്ടായില്ല. ദൈവവചനം നമ്മിൽ സ്വാധീനം ചെലുത്താത്തിടത്തോളം, അത് ഏത് ജനറേഷൻ ആണെങ്കിലും, ഇറ്റ് ഡസൻറ്റ് മാറ്റർ 1 hour or 2 hour മെസ്സേജ് യു ആർ ഹിയറിങ് എവറി ഡേ ഓർ എവറി വീക്ക്, വീക്ക് ആഫ്റ്റർ വീക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു വാക്കാണെങ്കിലും നമ്മിൽ സ്വാധീനം ഉണ്ടാക്കണം.
അതാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക, അടുത്ത ജനറേഷനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. ഇറ്റ്സ് നോട്ട് ഒരു എക്സൈറ്റ്മെന്റ് അല്ല ദൈവമക്കളെ, ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് അല്ല ദൈവവചനം എന്ന് പറയുന്നത്. ഹൃദയത്തിനകത്ത് സ്ഥായിയായ നിലനിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. ദൈവവചന ശുശ്രൂഷയുടെ ലക്ഷ്യം അത് തന്നെയാണ്. നിലനിൽക്കുന്ന സ്ഥായിയായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ എക്സൈറ്റ്മെൻറ്റിൽ വിശ്വസിക്കുന്നവരാണ്. ഞാൻ ഒരു കാലഘട്ടത്തിൽ ഒരു 2000 വരെയൊക്കെ മിനിസ്ട്രിയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, മിനിസ്ട്രിയൊക്കെ ആയിരുന്നു. എല്ലാവരും ഒക്കെ ഇളകി ബഹളമൊക്കെ ഉണ്ടാക്കി ചാടി തുള്ളി അവസാനം വേർത്ത് കുളിച്ചു പോകുമ്പോഴാണ് എന്തോ ഒരു അനുഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിനപ്പുറത്ത് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവസഭ പോകണം. കാരണം പാസ്റ്റർ ഇല്ലെങ്കിലും സഭാ ഹോൾ ഇല്ലെങ്കിലും ഇടം വലം ആരുമില്ലെങ്കിലും ആരെ വിശ്വസിച്ചിരിക്കുമെന്ന് ഞാൻ അറിയുന്നു. വാട്ട് ഐ കമ്മിറ്റഡ് അണ്ടർ ഹിം ആൻഡ് വാട്ട് ഹി ഓഹലോ പ്രോമിസ് ഫോർ മീ. ഞാൻ ദൈവത്തോട് കമ്മിറ്റ് ചെയ്തതും ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തതും അത് അവസാനം വരെ അവിടെ കാണുമെന്ന് ഉറപ്പ് പ്രാപിക്കുന്നത് വചനത്തിൽ കൂടെയാണ്. അപ്പോൾ ഒന്നാമത് ഇവർക്കുണ്ടായത് ഡ്രിഫ്റ്റ് അവേ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ നിന്ന് ഒഴുകിപ്പോകാൻ തുടങ്ങി. കാരണം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടില്ല. വചനം കേൾക്കുന്നുണ്ട്. വചനത്തിന് ദൈവമക്കളെ കാവൽ വേണം കേട്ടോ. ദൈവമക്കളെ വചനത്തിന് കാവൽ വേണം. അല്ലെങ്കിൽ ഈ നമ്മൾ നാട്ടിലൊക്കെ പഴയ കൃഷിക്കാരെ കൊണ്ട് നാട്ടിൽ നിന്ന് വന്നവരാണ്. ഏതായാലും ഞാൻ 20 വർഷമായി വന്നിട്ട്, നിങ്ങൾ പലരും 30, 50, 40 ഒക്കെ വർഷമായുള്ളവരാ. ഏതായാലും നാട്ടിലേക്ക് കുറച്ച് സാഹചര്യങ്ങളൊക്കെ അറിയാം. പണ്ട് ഒരു മാവും തൈയും ഒരു പ്ലാവിൻ്റെ തൈയും ഒക്കെ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ചുറ്റും ഉറക്കെ പറഞ്ഞോട്ടോ, കുഴപ്പമില്ല, ലൈവൊക്കെ പോയിക്കോട്ടെ, എല്ലാവർക്കും അറിയാവുന്ന ഇത്, കുഴപ്പമില്ല. വേലി കെട്ടുമായിരുന്നു. എന്തിനാണ് വേലി കെട്ടുന്നത്? ഒരു മാവ്, തെങ്ങ്, പ്ലാവൊക്കെ നട്ടിട്ട് എന്തിനാണ് വേലി കെട്ടുന്നത്? ഉറക്കെ പറഞ്ഞാടാ, ഞാൻ പറഞ്ഞല്ലേ, ലൈവൊക്കെ പോയിക്കോട്ടെ, ഒരു കേട്ടോട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ. പറഞ്ഞേ, നിങ്ങൾ പറയുന്ന അറിയാൻ വേണ്ടിയാ. അത് തന്നെ, പശു ബ്രദറെ, പശുവോ? കാരണം ഈ തൈക്ക് ആരെ പേടിയും? നമുക്കും പേടിയായിരുന്നു. ആരെ പേടിയായിരുന്നു? പറഞ്ഞാണ്ട് പശുവിനെ പേടിയായിരുന്നു. 2 കൊമ്പും 4 കാലും ഉള്ള ഈ കാളെ നമുക്ക് പേടിയാ, തൈക്കും പേടിയാണ്, സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞ് അതുവഴി പോയിക്കട്ടെ, ഈ പശുവിനെ പിടിച്ച് ഈ പ്ലാവെ കെട്ടിക്കുന്ന കാണാം. ഇതേ പശുവിനെ, ഇതേ ആടിനെ പിടിച്ച് തെങ്ങ കെട്ടിരിക്കുന്ന കാണാം. വചനത്തിന് കാവല് കൊടുക്കേണ്ട സമയത്ത് കാവല് കൊടുത്താൽ നാളെ ഇന്നലെ ഭയപ്പെട്ടത് നമ്മുടെ കാൽക്കിഴി വരും. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം ഫ്രം ദ വെരി ബിഗിനിങ് യു നീഡ് ടു ടീച്ച് യുവർ ജനറേഷൻ സച്ച് എ വേ. വചനം എങ്ങനെ കരുതണം, അധികം ശ്രദ്ധയോടെ കരുതിയാൽ കാലപ്പഴക്കത്തിൽ ഇതായിരിക്കും ജീവിതത്തിന്റെ നിലനിൽപ്പ്. ഇന്നലെ കൊമ്പ് കുലുക്കി തിന്നുമെന്നും നാമ്പെടുക്കുമെന്നും പറഞ്ഞ് കടന്നു വന്നതൊക്കെ ഇന്ന് നമ്മുടെ അടിമയായി മാറുന്നതിന്റെ കാരണം ഇന്നലത്തെ രോഗത്തെയോ, ഇന്നലത്തെ നിന്നയോ, ഇന്നലത്തെ കഷ്ടതയോ, ഇന്നലത്തെ അപമാനത്തെയോ ഇന്ന് നാം ഭയപ്പെടുത്താത്തതിന്റെ കാരണം നാം ഈ പ്രതിസന്ധിയേക്കാൾ വളർന്നു. ഹല്ലേലൂയ. 1 അടിയോ 1 ഇഞ്ചോ മാത്രം വലിപ്പം ഉണ്ടായിരുന്ന ഒരു തൈ 30 അടി പൊക്കത്തിലെത്തി കഴിയുമ്പോൾ, വചനത്തിൽ വേരൂന്നി വളർന്നു കഴിയുമ്പോൾ ഇന്നലത്തെ പ്രതിസന്ധി നമുക്കൊരു ആശ്വാസമായി മാറും. ഹല്ലേലൂയ. അപ്പോൾ വചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. പ്രധാനമായി 5 ഇൻഫ്ലുവൻസ് ആണ് ദൈവവചനം നമ്മിൽ ഉണ്ടാക്കുന്നത്. ഇത് നെഗറ്റീവായിട്ടുണ്ട്, പോസിറ്റീവായിട്ടുണ്ട്. ദ മേജർ 5 ഇൻഫ്ലുവൻസ് ഓർ ഇമ്പാക്ട് ദ വേർഡ് ഓഫ് ഗോഡ് മേക്ക് ഇൻ അവർ ലൈഫ്. അല്ല, ആ വചനമായിട്ട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം. ഒന്ന്, ഇറ്റ് വിൽ മേക്ക് us hallelujah sad. ഒന്നാമത്, വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ദുഃഖം വരും. അനുതാപം എന്ന് ഞാൻ പറഞ്ഞില്ല, ദുഃഖം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടായി ദുഃഖം? അനുസരിക്കാൻ പറ്റാത്തതിൻ്റെ ദുഃഖമാണ്. നല്ല പ്രസംഗമായിരുന്നു, പക്ഷേ എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. സത്യത്തിൽ ഒരാഴ്ച ഒറ്റ പ്രസംഗം മതി. ഇല്ല, എൻ്റെ കൂട്ടത്തിലുണ്ടേ, ഞങ്ങളുടെ അവിടെ 7 മീറ്റിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സത്യത്തിൽ ഒറ്റ പ്രസംഗം മതി. ഈ പ്രസംഗം ഒരാഴ്ച മുഴുവൻ you need to pamper that thought or the word that you hearing on Sunday morning. എന്നിട്ട് ഒരാഴ്ച അതിൻ പ്രകാരം ജീവിച്ചിട്ട് അടുത്ത ഞായറാഴ്ച ആയുസുണ്ടെങ്കിൽ വന്ന് പിന്നെയും കേൾക്കണം. ഇതെങ്ങനെ? വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ ദാസന് ഇന്ന് പുതിയ ദൂത് കൊടുക്കണേ, ക്രൂശിൻ്റെ മറവി നിർത്തണേ. അപ്പം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞു പോകും. അങ്ങനെ കർത്താവേ, ഇതുവരെ കേൾക്കാത്തൊരു സന്ദേശം, ഇതുവരെ ആരും പറയാത്തത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതുവരെ ആരും പറയാത്ത കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള വാക്യം മുഴുവൻ കണ്ടുപിടിക്കും. നിങ്ങളാ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പ്രസംഗിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോന്നൊക്കെ പ്രാർത്ഥിച്ച്, കർത്താവെ ഇങ്ങനെ പറയണമേ, ഇങ്ങനെ ഇടപെടണമേ എന്നൊക്കെ പറയും. കർത്താവിദാസിന് ഒരു സന്ദേശം. അപ്പം ഇന്നലത്തെ കേട്ടത് അതും പ്രകാരം ജീവിക്കണം ദൈവമക്കളെ. അപ്പം നമ്മൾ സ്വാധീനം ഉണ്ടാക്കണം. ഒന്നാമതല്ല, ഇറ്റ് വിൽ മേക്ക് എ സാഡ്. നമുക്ക് ദുഃഖം വരും വചനം കേൾക്കുമ്പോൾ. അയ്യോ, നല്ല വചനമായിരുന്നില്ല, പക്ഷെ എന്ത് ചെയ്യാനാ, എന്നെ കൊണ്ട് ഇതനുസരിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഴപ്പമില്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. ഇന്ന് നമുക്കത് മാറണം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 23 വരെ വായിക്കുമ്പോൾ, യേശുവിൻ്റെ അടുക്കിലേക്ക് ധനാഢ്യനായ ഒരു യൗവനക്കാരൻ കടന്നു വന്നു. 4 സുവിശേഷങ്ങൾ ചേർത്ത് പഠിച്ചാൽ അവൻ ന്യായപ്രമാണിയായിരുന്നു, അവൻ നല്ലൊരു ധനാഢ്യനായിരുന്നു, ഒരു നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു അറ്റോണിയൊക്കെ ആയിരുന്നു, വളരെ കഴിവുള്ള അല്ല മിടുക്കനായ ഒരു മനുഷ്യനായിരുന്നു ആ യൗവനക്കാരൻ. അങ്ങനെ കടന്നു വന്ന് യേശുവിനോട് അവൻ ആദ്യമേ ചോദിച്ചു, ഗുരു, നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടി
എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എന്തൊരു ചോദ്യം! ഇതുപോലൊക്കെ ചോദിക്കുന്ന ആരെല്ലാം ഉണ്ടോ ഇവിടെ? നമ്മളാരും ഒന്നും അങ്ങനെയൊന്നും ചോദിക്കാറൊന്നുമില്ല. ഈയിടയ്ക്കൊക്കെ നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളും പ്രാർത്ഥനയൊക്കെ കർത്താവേ ഞങ്ങൾക്ക് വാദിക്കാൻ ബലം തരണം, മസിൽ തരണം, ഇടിക്കാനും ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പ്രാർത്ഥനകളും പ്രസംഗങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. കാരണം ജനറബോഡിക്ക് ഞങ്ങൾ പോവുകയാണ്, കർത്താവെ ഏറ്റുമുട്ടാനുള്ള ധൈര്യം, കർത്താവെ പിടിച്ചു നിൽക്കാനുള്ള കൃപയൊക്കെ. ഇതൊന്നും അല്ല നമ്മുടെ പ്രാർത്ഥനാ വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എല്ലാവരുടെ മുമ്പിൽ തോറ്റാലും ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം തലയുയർത്തി നിൽക്കുന്ന കൃപ കൊണ്ട് എന്നെ പൊതിയണം. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെയുണ്ട്, ഭോഷന്റെ നിന്നയായി തീരുവനിടയായി തീരുന്നത്. എൻ്റെ ആദരം കൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ട് അത് ഭോഷം പിടിച്ചെടുത്തിട്ട് അതിനല്ലല്ലോ ഈ അപമാനിക്കാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ മൗനമായിരിക്കേണ്ടടുത്ത് മൗനമായിരിക്കാൻ കൃപ തരണം. സമയമുണ്ടെങ്കിൽ മൗനത എന്താണെന്ന് ഞാൻ നാളെ വിശദീകരിക്കാം. അപ്പം മൗനമായിരിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇവിടെ പറയുന്നു, ഇവൻ യേശുവിൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, ഗുരു നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? നമ്മളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം കേട്ടിക്കഴിഞ്ഞാൽ അന്നേരം കോളറ കപ്പ് കെട്ടി ചോദിച്ചാലും ചെറുക്കൻ വന്ന് ചോദിച്ചല്ലോ, നിത്യജീവനെ ഇന്ന് വരെ കേട്ടിട്ടില്ല. എല്ലാവരും പാസ്സാവാൻ എന്ത് കിട്ടണം, അല്ലെങ്കിൽ എന്ത് കിട്ടണം, നല്ല പെണ്ണ്, നല്ല ചെറുക്കൻ, ഇതൊക്കെയാണ് നമ്മളോട് കൗൺസിലിങ്ങിന് വരുന്നത്. നിത്യജീവൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഇന്ന് വരെ ആരും വന്നിട്ടുമില്ല. 90 വയസ്സുള്ള അപ്പച്ചനോട് ചോദിച്ചാലും ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ലാതെ പ്രയർ റിക്വസ്റ്റ് നമ്മൾ കേട്ടിട്ടുമില്ല. സാക്ഷിയല്ല, ഞാനിപ്പോൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ ജനിച്ചു വളർന്ന 3-ാം തലമുറയാണ്. നിലനിൽപ്പിനായി പ്രാർത്ഥിക്കണം എന്നല്ലാതെ 31-ാം തീയതി രാത്രിയിൽ ഒരു സാക്ഷ്യവും കേൾക്കാറില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം ആഗ്രഹിച്ച പോലൊന്നും ജീവിക്കാൻ പറ്റിയില്ല. അടുത്ത വർഷക്കാലം ദൈവം ഒരാഴ്ച തരുവാണെങ്കിൽ കർത്താവേ നിലനിർത്തി നിൽക്കാൻ കൃപ. ഇത് എല്ലാ വർഷവും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, ടേപ്പിട്ട് റീപ്ലേ ചെയ്യുന്ന കണക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ തീർന്ന ഒരു വർഷത്തെ ആത്മീയ ശോധന എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഇവൻ ചോദിച്ചു നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, അതിന് ഒന്നുമില്ലല്ലോ, നിനക്കറിയാതെ ന്യായപ്രമാണമല്ലേ, നമുക്കറിയാവുന്ന കാര്യം വെച്ച് യേശു സംസാരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം വെച്ച് യേശു നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ക്വസ്റ്റ്യൻ ഒന്നും ഇടത്തില്ല. 2-ാം ക്ലാസ്സുകാരന് 2-ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരും. അത് കഴിഞ്ഞിട്ട് ഓരോ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വരുമ്പോൾ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യനാണ് ദൈവം തരും. യേശു പറഞ്ഞു ന്യായപ്രമാണം ഉണ്ടല്ലോ, 10 കൽപ്പനയുണ്ട്, പിന്നെ ഞാൻ അനുസരിക്കും, കൊല ചെയ്യത്തില്ല, വ്യഭിചാരം ചെയ്തില്ല, മോഷ്ടിക്കത്തില്ല, ലൂക്കോസ് പറഞ്ഞില്ല പറഞ്ഞു താഴോട്ട്. ഇതെല്ലാം പറഞ്ഞപ്പോൾ കർത്താവ് ഇതൊക്കെ ഞാൻ എങ്ങനെ ചെറുപ്പം ഐ കീപ് ഓൾ ദീസ് തിങ്സ് സിൻസ് മൈ യൂത്ത്, ചെറുപ്പം മുതൽ ഇതൊക്കെ. അപ്പം നമ്മുടെ ഭാഷ പറഞ്ഞ A+. എന്താ കിട്ടിയവന്? 10 മാർക്ക്. ഞാൻ ഇവിടെ നിന്ന് ധൈര്യത്തോടെ ചോദിക്കട്ടെ, ഞാൻ നെഞ്ചത്ത് കൈ വെക്കുന്നില്ല, കാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞ് ചോദിക്കുക. 10 കൽപ്പനയെങ്കിലും കൃത്യമായി അനുസരിക്കുന്ന എത്ര പേരോടുണ്ട്? വെറുതെ ചോദിക്കാന്നേ ഉള്ളല്ലോ. അപ്പം ഇവനെ സംബന്ധിച്ച് A+ കിട്ടി. നമ്മളാണെങ്കിൽ അവനെ എവിടെ കൊണ്ടിരുത്തിയാനെ? മുന്നിൽ കൊണ്ടിരുത്തിയാനെ. കാരണം ഇത്രയും നാളും പരിചയപ്പെട്ടതിൽ 10 കൽപ്പന അനുസരിക്കുന്ന ഒരുത്തിനെ കണ്ടുകെട്ടി. അപ്പോൾ യേശു അവനെ നോക്കിയിട്ട് സ്നേഹിച്ചു. കൽപ്പന അനുസരിച്ചുകൊണ്ടല്ല സ്നേഹിച്ചത്. എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു കുറവ്, ഇതാ ദൈവവും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ നേടിയതിൻ്റെ കണക്ക് പറഞ്ഞ് സ്ഥാനം നേടുമ്പോൾ എന്തൊക്കെ വലിച്ചെറിയാം, കുറവ് കണ്ടുപിടിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി നമുക്കറിയേണ്ടത് എൻ്റെ പ്ലസ് പോയിന്റ് അല്ല, അറിയേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഈസ് എനിത്തിങ് ലാക്ക് ഇൻ മൈ ലൈഫ്. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പക്വത എന്ന് പറയുന്നത് കുറവ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കും അടുത്തിരിക്കുന്നവൻ്റെ അല്ല, നമ്മുടെ കുറവ് വാരിക്കൂട്ടിയതിൻ്റെ കണക്കും കൊണ്ട് യേശുവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ യേശു പറയുന്നു, നല്ലത്, നീ അതെല്ലാം നല്ല മിടുക്കനാ, നീ യേശുവിനെ സ്നേഹിച്ചു, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. എന്താ? നിനക്കുള്ളതെല്ലാം വിറ്റ്. അത് കേട്ടപ്പോഴും നമ്മൾ ഓർക്കും റിയൽ എസ്റ്റേറ്റിൻ്റെ കച്ചവടമാകുന്നു കർത്താവിന്. കാരണം ഇവനെ എല്ലാം കൂടെ വിറ്റ് പാപ്പരാക്കിയിട്ട് വഴി കൂടെ ഹോംലെസ് ആയിട്ട് അല്ലല്ല. യേശു പറഞ്ഞത് നിന്റെ സ്വത്തും സമ്പത്തും സ്ഥലവും മണ്ണിലാണോ മനസ്സിലാണോ എന്ന് കർത്താവിനറിയാം. വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ, ഈ മണ്ണിൽ വേരിറങ്ങിയതൊന്നും മനസ്സിൽ വേരിറങ്ങിയതില്ലെന്ന് തെളിയിക്കേണ്ടതാ കാലഘട്ടം. ഏറ്റവും നല്ല വീട് വാങ്ങിച്ചു, ഒരു കുഴപ്പമില്ല, നിങ്ങളല്ലേ മോർഗേജ് അടയ്ക്കുന്നത്, എനിക്കൊരു വിഷമമില്ല. അത് നിങ്ങൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ, നല്ല വാഹനവും നല്ല വീടും സമ്പത്തും ഒക്കെ അയക്കോ. പക്ഷേ അല്ലല്ലേ ഈ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ എന്തു ആകാം, ആരെ വഞ്ചിക്കുകയും ചതിക്കുകയും ചേരുന്നുണ്ട്. പക്ഷെ ഇത് യു ക്യാൻ ഹാവ് ഇറ്റ് ബട്ട് നെവർ ഹോൾഡ് ഓൺ ടു ദാറ്റ്. അതാകാം മണ്ണിൽ വേരിറങ്ങേണ്ടത് മനസ്സിലിറങ്ങുമ്പോഴാണ് അത് തലയ്ക്ക് ഭ്രാന്തായി മാറുന്നത്. സ്വത്തും സ്ഥാനവും മാനവും അഭിമാനവും ഒക്കെ ഈ മണ്ണിൽ മാത്രമായിക്കൊള്ളട്ടെ, അത് മനസ്സിലും തലയ്ക്കും പിടിക്കുന്ന ഒരു ആത്മീയ നമുക്ക് വേണ്ട. അവിടെ വചനത്തിന് മാത്രമേ സ്വാധീനം ഉണ്ടാകാവൂ. നിനക്കൊരു കുറവുണ്ട്, ഹല്ലേലൂയ. എണ്ണങ്ങൾ പെരുക്കി എൻ്റെ അച്ചീവ്മെന്റ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ സ്വർഗം പറയുന്നു, ഐ സീ സംതിങ് ലാക്കിംഗ് ഇൻ യുവർ ലൈഫ്. എഫെസോസ് സഭയുടെ 7 ഗുണം പറഞ്ഞിട്ടും എങ്കിലും ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. എനിക്ക് കർത്താവ് ഇന്ന് രാത്രി അതാ കേൾക്കേണ്ടെന്ന് എത്ര പേർ ആത്മാവിൽ ആശിക്കും? ഈ മണ്ണിലെ എൻ്റെ ഒരു രോഗം മാറിയില്ലെങ്കിലും, ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയ്ക്കും ഞാൻ ഈ മണ്ണ് വിട്ടുപോകുന്നതിന് മുമ്പ് മറുപടി കിട്ടിയില്ലെങ്കിലും, ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, സ്വർഗയാത്രയ്ക്ക് തടസ്സമായ ഏതെങ്കിലും കുറവ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊന്ന് സ്വർഗം കാട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ധന്യരായി.
ഹല്ലേലൂയ, ഹല്ലേലൂയ. At any age you can cry to the Lord. കർത്താവേ, വ്യസനത്തിനുള്ള ഏതെങ്കിലും മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കിയിട്ട് എന്നിട്ട് എന്നെ ശാശ്വത മാർഗത്ത് നടത്തണമേ. ഈ മണ്ണ് കൊണ്ട് അവസാനിക്കാത്തൊരു ജീവിതമാണ് എൻ്റെ സ്വപ്നമായതുകൊണ്ട് അങ്ങേ വ്യസനിപ്പിക്കുന്ന, മറ്റുള്ളവരെ വ്യസനിപ്പിക്കുന്ന ഏതെങ്കിലും മാർഗം അകത്തുണ്ടെങ്കിൽ അതൊന്ന് വെളിപ്പെട്ട് കിട്ടണമേ എന്നായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ യേശു പറഞ്ഞൊരു കുറവ് നിനക്കുണ്ട്. കുറവുണ്ടെന്ന് പറഞ്ഞ് നിനക്ക് ദരിദ്രർക്ക് കൊടുക്കാൻ അവൻ ഒറ്റ പോക്കാണ്. പോയ പോക്ക് കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അവൻ ദുഃഖിച്ചോണ്ട് വയ്ക്കുന്നത്, അവൻ അധികം സമ്പത്തുള്ളത് കൊണ്ട് ഹീ ബിക്കം സോ സാഡ്. ഒത്തിരി വിഷമായി. നല്ല പ്രസംഗമായിരുന്നില്ല, പക്ഷേ എന്നെ കൂടെ അതനുസരിക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ 8:45 വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് അവനങ്ങ് പോയി. അതിദുഃഖിതനായി തീർന്നു. ഇങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. എന്ത് രസമായിരുന്നത്, പക്ഷേ എന്നെക്കൊണ്ട് ഇതൊന്നും അനുസരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പോയപ്പോൾ ശിഷ്യന്മാർ താഴോട്ടുള്ള വാക്ക് പറയാം. യേശു പറഞ്ഞ ശിഷ്യന്മാർ പറഞ്ഞു, ഇങ്ങനെയാണ് സമ്പത്തുള്ളൊരു സ്വർഗ്ഗത്തിൽ പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ യേശു പറഞ്ഞു, അതിന് നിസ്സാരമല്ല, ഞാനൊരു പ്രിൻസിപ്പിൾ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയുന്നത് അന്നൂടെ പറയാൻ പോവുകയാണ്. അത് വെരി ഈസി. ഒട്ടകത്തെ നമ്മൾ ഇതിലെ കൂടെ വിട്ടാൽ മതി. ഇത് യെരുശലേമിലെ കഥയും അവിടുത്തെ പാരമ്പര്യമൊക്കെ ഞാൻ എൻ്റെ പ്രസംഗ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയുകയാണ്. അപ്പോൾ എൻ്ററിങ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്, ഇറ്റ്സ് ലൈക്ക് എ ക്യാമൽ ഈസ് ഗോയിങ് ത്രൂ ദ ഐ ഓഫ് ദ നീഡിൽ. ഒട്ടകത്തിനെ സൂചിയുടെ കുഴയെ കൂടെ വിടുന്നത് ആ ദൈവരാജ്യ പ്രവേശനം. അപ്പോൾ ഇനി സൂചി കാണാത്തൊരാരുമില്ലല്ലോ ഇവിടെ. ഇഞ്ചക്ഷൻ സൂചിയുടെ കാര്യമല്ല പറയുന്നത്. നാട്ടിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തയ്യൽ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നല്ലേ ബി ബ്രദറെ? ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ തയ്യൽ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു തയ്യൽക്കാരനോട് നിങ്ങൾ ചോദിക്കൂ, ഡിസൈൻ ചെയ്യുന്നതാണോ, കഴുത്ത് വെട്ടുന്നതാണോ, അതോ സൂചി കൂടെ നൂല് കടത്തുന്നതാണോ ബുദ്ധിമുട്ട്? അവൻ പറയും സൂചി കൂടെ. അതൊന്ന് കയറി കിട്ടിയ ബാക്കി ഞാൻ ഏറ്റു. പക്ഷേ ഇവിടെ യേശു പറയുകയാണ്, ഇതാണ് ദൈവരാജ്യ പ്രവേശനം. ഈ വചനത്തിൽ നീ ദുഃഖിച്ചതിൻ്റെ കാരണം നിനക്ക് മെലിയാൻ തയ്യാറല്ല, വചനത്തിൻ്റെ സൈസിലേക്ക് വീഴാൻ നീ തയ്യാറല്ല. ദ വേർഡ് ഓഫ് ഗോഡ് റിമൈൻ ദ സെയിം. അതാ വചനത്തോട് കൂട്ടാനും പറ്റത്തില്ല, കുറയ്ക്കാനും പറ്റത്തില്ല. ദൈവരാജ്യ പ്രവേശനമെന്ന് പറയുന്ന ഇടുക്കമുള്ള, ഞെരുക്കമുള്ള, പോകുന്നവർ ചുരുക്കമായ ഒരു വാതിലുണ്ട്. ആ ഇടുക്കുവാതിൽ കൂടി അകത്ത് കടക്കാൻ ശ്രമിക്കണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഒട്ടകം വന്ന് ഇവിടെ നിൽക്കുക, എനിക്ക് എവിടെ പോകണം? ദൈവരാജ്യത്തിൽ പോകണം. പക്ഷേ 1 ഇഞ്ച് ഞാൻ വണ്ണം കുറയ്ക്കത്തില്ല, എൻ്റെ സൈസ് ഞാൻ കുറയ്ക്കത്തില്ല. പക്ഷേ എനിക്ക് എവിടെ കയറണം? അകത്ത് കയറണം. അതിന് നമ്മളെന്തോ ചെയ്ത് പിണക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു? സൂചിയുടെ കുഴ അങ്ങ് വലുതാക്കി. ഒട്ടകത്തിന് ഇങ്ങ് കയറിപ്പോരാന്നേ. ഹല്ലേലൂയ. ദൈവസഭ വിശുദ്ധിയും വേർപാടും. ഒട്ടകത്തിനും കയറിപ്പോകുന്നതല്ല ദൈവസഭ. I'm not talking about a local church. I'm not talking about the name of one church. I'm talking about the universal church purchased with the blood of Jesus Christ. യേശുവിൻ്റെ രക്തം കൊടുത്ത് വാങ്ങിയ സഭയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ കയറുന്നതിന് പ്രമാണമുണ്ടെന്ന്. അത് എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയാണെങ്കിലും ഒട്ടകമാണെങ്കിലും സൂചിക്കുഴയിലൂടെ. അപ്പം എത്രയേ ഉള്ളു? സൂചിക്കുഴയുടെ വലിപ്പം കൂട്ടുന്നതല്ല നമ്മുടെ വചന ശുശ്രൂഷ, നമ്മുടെ ആത്മീയം, സഭയുടെ പ്രമാണം. ഒട്ടകത്തെ പട്ടിണിക്കിട്ട് വചനത്തിൻ്റെ സൈസിലേക്ക്. അതിനാണ് യേശു പറഞ്ഞത്, കൈ ഇടർച്ച വരുത്തിയാൽ വെട്ടിക്കളയണം, കാലിടർച്ച വരുത്തിയാൽ മുറിച്ച് കളയണം, കണ്ണിടർച്ച വരുത്തിയാൽ ചൂഴ്ന്ന് കളയണം. അപ്പോഴാണ് നമ്മൾ വി വിൽ ബിക്കം വെൽ അലൈൻഡ് വിത്ത് ദ സൈസ് ഓഫ് ദറ്റ് ഐ ഓഫ് ദ നീഡിൽ. ദൈവവചനത്തിൻ്റെ സൈസിലോട്ട് വരുമ്പോൾ ദൈവരാജ്യ പ്രവേശനം ധാരാളമായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവനാമത്തിന് മഹത്വമില്ലാത്ത പ്രവൃത്തിയാണെങ്കിൽ എനിക്കത് വേണ്ട. ദൈവരാജ്യത്തിന് അപമാനം വരുത്തുന്ന നടപ്പാണെങ്കിൽ അതെനിക്ക് വേണ്ട. ദൈവഹിതമില്ലാത്ത കാഴ്ചയാണെങ്കിൽ അത് ഞാൻ ചൂഴ്ന്നെടുത്ത് കളയുന്നു. ഇന്ന് രാത്രി ആകമാനം എൻ്റെ ജഡത്തെ കീഴ്പ്പെടുത്തി ആത്മാവിന് വിധേയപ്പെടുത്തുന്നതാ ദൈവരാജ്യ പ്രവേശനം. ദൈവവചനം നമ്മെ സ്വാധീനിക്കേണ്ടത് കേവലം ദുഃഖമുണ്ടാക്കിയല്ല, ദൈവവചനത്തിൻ്റെ വശത്തിലേക്ക് നാം മാറുന്നതാ ദൈവരാജ്യ പ്രവേശനം. 2, ദൈവവചനം നമ്മിലുണ്ടാക്കുന്ന രണ്ടാമത്തെ സ്വാധീനം ഇറ്റ് വിൽ മേക്ക് us mad. ഒന്ന് സാഡാണെങ്കിൽ 2 നമുക്ക് ദേഷ്യം വരും. പറയുന്ന പാസ്റ്ററോടും ദേഷ്യം വരും. ഈ പാസ്റ്റർ എന്ത് എൻ്റെ കാര്യം മാത്രം എല്ലാ ആഴ്ചയും പറയുന്നത്? അയ്യോ ദൈവമക്കളെ, നിങ്ങളുടെ ആരും കാര്യമല്ല ഒരു പാസ്റ്ററും പ്രസംഗിക്കുന്നത്. വചനം പറയുമ്പോൾ നമ്മൾ അതിനകത്ത് വന്ന് വിട്ടുപോയതാണ് അല്ലേ? അപ്പോൾ ഏതാണ് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം, Acts chapter 7 verse 54. അപ്പോസ്തലപ്രവൃത്തി 7:54 വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ നീണ്ട പ്രസംഗമാണ്. ഏറ്റവും വലിയ പ്രഭാഷണങ്ങൾ യേശുവിൻ്റെ പ്രഭാഷണങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അപ്പോസ്തലനായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും സ്തേഫാനോസിൻ്റെയും പ്രസംഗമാണ്. രാവിലെ തുടങ്ങി രാത്രി ആയാലും നിർത്താത്ത പ്രസംഗമാണ്. പഴയ കാലത്തൊക്കെ ഇങ്ങനെ ആയിരുന്നു പ്രസംഗമൊക്കെ. ചിലർക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പം നമുക്ക് ടൈമുണ്ട്. നമ്മുടെ ഇവിടുത്തെ അമേരിക്കയിൽ, ഞാൻ ഇവിടുത്തെ 10-20 വർഷമായിട്ട് ഈ രാജ്യത്തല്ലേ, അതുകൊണ്ട് ടൈം സോണൊക്കെ നമുക്കറിയാം. പണ്ട് നാട്ടിൽ ഇതൊന്നും അല്ലായിരുന്നു. കൊച്ചു കാലത്തിലൊക്കെ പോയിരുന്ന പാസ്റ്റർക്ക് തോന്നുമ്പോഴാണ് പ്രസംഗം നിർത്തുന്നല്ലേ. സങ്കീർത്തനമായന 1 മണിക്കൂർ. ദാവീദും ഗോലിയാത്തോടുള്ള യുദ്ധം എല്ലാ ആഴ്ചയും 1 മണിക്കൂറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പച്ചന്മാരുടെയൊക്കെ എന്തുണ്ട്, പ്രബോധനങ്ങളുണ്ട്. തോന്നിയാമല സഭ വിശേഷാൽ പ്രബോധനങ്ങളുടെ സഭയാണ്. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളായിരുന്നു, പാസ്റ്റർ മോനായിരുന്നുകൊണ്ട് സഭയിൽ പായ ഇടുന്നത്. ചില സ്ഥലത്ത് വരുമ്പോൾ പായയുടെ വള്ളി ഇങ്ങനെ എലി കടിച്ചിരിക്കുന്ന പോലെ. അപ്പം ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴാണ്
സന്തോഷിപ്പിച്ച വാക്യത്തിൽ അടയാളം വെക്കുന്ന. ഇന്നത്തെ പോലെ ബുക്ക് മാർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് പായയുടെ വള്ളി ഇങ്ങനെ അടത്തിയെടുത്തിട്ട് ബൈബിളിൽ എന്ത് ചെയ്യും, ബുക്ക് മാർക്ക് വെക്കും. പക്ഷെ നല്ല കൃത്യം 15 വർഷം സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ട് അന്ന് പഠിച്ച വാക്യങ്ങളെ ഇന്നും ഓർമ്മയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ, ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്, കുഞ്ഞുങ്ങളെയൊക്കെ സമയത്ത് നിങ്ങൾ സൺഡേ സ്കൂളിൽ കൊണ്ടുവരണം. അല്ലേ, 2 മിനിറ്റ് നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി വെച്ചാലും ജോലിക്ക് പോകുന്നതിനേക്കാൾ 50 വർഷം ജോലി ചെയ്യുന്നതിനേക്കാൾ നിത്യയുഗം വാഴുന്ന വിഷയമാണ്. അതുകൊണ്ട് സൺഡേ സ്കൂൾ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് വരുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ വന്ന് ആവേശത്തോടെ ഇറങ്ങി ഇരുത്തണം. അതിനുവേണ്ടി ഒരു സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ദൈവജനം പഠനം എവിടെ ഉണ്ടെങ്കിലും പോകണം. അപ്പോൾ പറഞ്ഞു വന്നത്, സ്തേഫാനോസിൻ്റെ പ്രസംഗം വളരെ ചിട്ടയോടെ പ്രസംഗമാണ്. ആ പ്രസംഗം അങ്ങോട്ട് മെസൊപ്പൊത്താമിയിൽ നിന്ന് കൽദീയരുടെ പട്ടണത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചത് തുടങ്ങി. ശലോമോൻ്റെ ദേവാലയം പണിത് വന്നിട്ട് അതിൽ കൂടി ക്രിസ്തുവിൻ്റെ തേജസ്സിനെ അങ്ങോട്ട് വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കോപപരവശരായി പല്ല് കടിക്കാൻ തുടങ്ങി. നോക്കണം, പ്രസംഗത്തിന് മാടാവും, ചിലർക്ക് ദേഷ്യം വരും. ഇതെല്ലാം എൻ്റെ കാര്യങ്ങളാണ്. അവരെക്കുറിച്ചൊന്നും പറഞ്ഞു. നിങ്ങളുടെ പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ വീട്ടുപേരും പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് ഈ കുറ്റബോധം എന്ന് പറയുന്നത്. അല്ലേ, എന്തോ പ്രസംഗിച്ചാൽ ഈ വചനത്തിലുള്ള മുഴുവൻ നമ്മുടെയാണെന്നൊരു തോന്നൽ. അതിന് നല്ല വശം കൊണ്ട് ഇത് എന്നോടാണല്ലോ ദൂതാന്ന് പറയുന്നില്ല, എളുപ്പം, അതല്ലേ എളുപ്പം. അപ്പം ഇവർക്ക് കോപവരശര എന്ത് ചെയ്തു, പല്ല് കടിച്ചിട്ട്. അപ്പം അന്നത്തെ പ്രസംഗം സ്തേഫാനോസിനെ നിർത്താൻ ഒരു പ്ലാനും, പിന്നെ അവരവിടെ പാസ്റ്റർ എറിഞ്ഞിടുമായിരുന്നു. അങ്ങനെ എറിഞ്ഞാണ് അവർ പാസ്റ്ററുടെ പ്രസംഗം ആശീർവാദം പറയിപ്പിച്ചത്. അപ്പം ദേ ബിക്കം മാഡ്. ചിലപ്പോൾ നമുക്ക് വചനം വരുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഓർത്തോണം, ദേഷ്യം വന്ന് ഓർത്തോണം, ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു സ്തോത്രം പറഞ്ഞില്ലേ, എനിക്കൊരു കാര്യം മനസ്സിലായി, ഇന്നത്തെ പ്രസംഗം ഏറ്റെന്നുള്ളത്. നിങ്ങൾ പല്ല് കടിച്ചാലും അല്ലെങ്കിൽ ഈ വാച്ചൊക്കെ പൊക്കി കാണിച്ചാലും ഒരു കുഴപ്പമില്ല, സമയം നിർത്തിക്കൊള്ളാം. പക്ഷെ വചനം ഹൃദയത്തിനകത്ത് കയറുമ്പോൾ കുത്തുകൊള്ളണം ഇന്ന് രാത്രി. ഹല്ലേലൂയ. അയ്യോ, ഞങ്ങൾ വികടമായി നടന്ന് അകൃത്യമായി സംസാരിച്ചു, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങളെ ഞങ്ങൾ പുറകിലെറിഞ്ഞു കളഞ്ഞല്ലോ, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവകൃപ വിട്ടു പോയല്ലോ, ദൈവസഭ ഇങ്ങനല്ലല്ലോ പോകണ്ടേ എന്ന വചന ബോധ്യമുണ്ടാകുമ്പോൾ അവിടെ അനുദപിച്ച് വീഴുക വേണ്ടത്. ഹല്ലേലൂയ. 3, ഇറ്റ് വിൽ മേക്ക് us glad. സാഡ്, മാഡ്, ഗ്ലാഡ്. മറന്നു പോകല്ലേ. 3ാമത് സന്തോഷം ഉണ്ടാക്കും വചനം. അത് വലിയ ഇഷ്ടം എല്ലാവർക്കും. സന്തോഷം, വചനം കേൾക്കുമ്പോൾ ഭയങ്കര, നേരത്തെ പറഞ്ഞ സന്തോഷിപ്പിച്ച വാക്യം എന്ന് പറഞ്ഞ വാക്യങ്ങൾ തന്നെ ഉണ്ട്. അതെവിടെ വിശേഷാൽ സങ്കീർത്തന പുസ്തകത്തിലാണ്. ഇനി നിങ്ങളുടെ സമയമുള്ളപ്പം നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ബൈബിളാണെങ്കിൽ ഇപ്പം നോക്കണ്ട, അടച്ചിട്ടൊന്ന് നോക്കണം. വയറുന്തിയ പോലെ എന്താ ഇരിക്കുന്നത്, സങ്കീർത്തനം ഇരിക്കുന്നത്. നല്ല അകലത്തിൽ അക്ഷരം ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് വായിക്കാനൊരു സുഖമാണ്. തൊട്ടപ്പുറത്ത് എന്തോ ഉണ്ട്, സദൃശവാക്യമുണ്ട്. ദിവസം 1 വെച്ച് വായിക്കാവുന്ന രീതിയിലാണ് ക്രമീകരണം. പക്ഷെ ആരും വായിക്കത്തില്ല, നന്നായി പോകും. 31 മാസം ഉള്ളതിനും പ്രശ്നമില്ല. എല്ലാ ദിവസവും സങ്കീർത്തനം വായിക്കുന്നതിനോടൊപ്പം തന്നെ എന്തും വായിക്കണം, സദൃശവാക്യം വായിക്കണം. നല്ല, അത് എഴുതിയവൻ പോലും നന്നായില്ലല്ലോ, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അതൊന്ന് ഒരു പ്രാവശ്യം എഴുതിയിട്ട് 3000 സദൃശവാക്യങ്ങളും 1005 ഗീതങ്ങളും ഗീതാവലിയൊക്കെ എഴുതിയ പാർട്ടിയാണ്. എന്നിട്ട് അവസാനത്തെ ഗതികേട് നമുക്കറിയാലോ. ആ ഒരു പ്രാവശ്യം ഈ 31 അധ്യായം പാവം ഒന്ന് വായിച്ചായിരുന്നെങ്കിൽ എന്നേ രക്ഷപ്പെട്ട് പോയേനെ. പിന്നെ നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ എന്ത് വായിക്കും? അല്ല, എന്നോട് പറഞ്ഞാട്ടെ, ഇത് എവിടുന്ന് കണ്ടുപിടിച്ചെന്ന് അറിയത്തില്ല. കല്യാണത്തിനൊരു സങ്കീർത്തനം 45 അല്ലെങ്കിൽ ഇങ്ങനെ നോക്കും. ഈ പാസ്റ്റർ എന്താ 45 വായിക്കാത്തത്? അത് ശലോമോൻ എഴുതിയത്, ഞാൻ പറഞ്ഞു വരാൻ പോകുന്നതാ. ഇനിയും പിന്നെ ശവടക്കിന് ഏതാ, നിങ്ങൾക്കറിയാലോ, 90. അതല്ലെങ്കിലും നാളെ ഞാൻ അതിനെക്കുറിച്ച് ഓർപ്പിക്കാം. പിന്നെ ഭവനപ്രതിഷ്ഠ ഗീതം, അതുകൊണ്ട് ഒരു ബന്ധവുമില്ല. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കിയെന്നൊരു വാക്യം കണ്ടുകൊണ്ടാണ് ഇത് ഭവനപ്രതിഷ്ഠ ഗീതമായി മാറി. പിന്നെ ശിശുപ്രതിഷ്ഠ 127ഉം 128ഉം ഇതൊക്കെ ചേർത്ത് വായിക്കും. ഇത് 2 ആ പുള്ളി എഴുതിയതാണ്. ആരാ? ശലോമോൻ. യഹോവ വീട് പണിയാതിരുന്നാൽ ഏത് പണിയാ? 13 വർഷം കൊണ്ടാണ് വീട് പണിതത്, വെറും 7 വർഷം കൊണ്ടാണ് ആലയം പണിത്. നമ്മൾ മൊത്തം 20 വർഷമല്ല വായിച്ചു നോക്കിയിട്ട് 13 വർഷം കൊണ്ട് അരമനയും 7 വർഷം കൊണ്ട് ആലയവും തീർത്തു. വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാത്തവനെ ഭാര്യ വീടിന് ചുറ്റും ഫലപ്രദമായ മുന്തിരിവള്ളിയല്ല, മുന്തിരിത്തോട്ടങ്ങളായിരുന്നു 800 എണ്ണം എഴുതിക്കൂട്ടി വെച്ചിരിക്കുന്നതാ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരി. ഇനി 45-ാം സങ്കീർത്തനം. പെന്തക്കോസുകാരനും ആലയം കമ്മലൊക്കെ അലർജി ഒരു കാലം ഉണ്ടായിരുന്നു. അന്നേരം വായിക്കുന്ന അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു, അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തോഴിമാർ കൊണ്ടുവരുന്നൊക്കെ. ഇപ്പം ഇവിടെ കുഴപ്പമില്ല. പണ്ട് ഇത് വായിച്ച പാസ്റ്റർമാർ എന്ത് വെച്ച് വായിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാഹചര്യം ഇങ്ങനെയുള്ള ഈ സങ്കീർത്തനം. പക്ഷെ വായിക്കാൻ പറ്റിയ സങ്കീർത്തനത്തിൻ്റെ ക്രമീകരണം എന്താണ്? 1-ാം സങ്കീർത്തനം ആരെഴുതി വെച്ചാലും കുഴപ്പമില്ല, അറേഞ്ച് ചെയ്തപ്പോൾ അങ്ങനെ വന്നതിന് സ്തോത്രം. 1-ാം വാക്യം എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കരുത്, അവിടെ തുടങ്ങിയാലേ ബാക്കിയെല്ലാം സന്തോഷിപ്പിക്കാവൂ. അല്ലെ, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്, മറിച്ച് വചനം പ്രമാണിച്ച് സന്തോഷിക്കണം. പാപം മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാ വചനത്തിന്റെ സന്തോഷം. എന്നതിൻ്റെ സങ്കീർത്തനം കൊണ്ട് അവസാനിപ്പിക്കുന്നത് അതിലും രസം. 150-ാം സങ്കീർത്തനം 6-ാം വാക്യം എന്താ പറയുന്നത്?
എവറിത്തിങ് ദാറ്റ് ഹാസ് ബ്രത്ത്. സ്തോത്രം പറയാൻ വേണ്ടി കണക്കൊന്നും കൂട്ടണ്ട. ശ്വാസം മേലോട്ട് വലിക്കാൻ കൃപയുണ്ടോ? ജീവനുള്ളതൊക്കെയും യഹോവേ സ്തുതിക്കട്ടെ. ഈ രണ്ട് എക്സ്ട്രീമിനിടയ്ക്ക് നന്നായി ജീവിച്ച് നന്നായി ദൈവത്തെ ആരാധിക്കുന്നതിനിടയ്ക്കുള്ള കാര്യങ്ങളാണ് ബാക്കിയല്ല. അപ്പം സങ്കീർത്തനം ഈ സന്തോഷിപ്പിച്ച വാക്യം, പക്ഷേ വചനത്തിൽ സന്തോഷിപ്പിച്ച വാക്യത്തിനെക്കാട്ടി കൂടുതൽ യേശു പറഞ്ഞത് നിങ്ങളെ ശുദ്ധീകരിച്ച വാക്യം, സാങ്ക്ടിഫൈഡ് വേർഡ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ എന്താകുന്നു? അപ്പം അടുത്ത ഞായറാഴ്ച ഇവിടെ സാക്ഷി ഉണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ സാക്ഷ്യമില്ല. സാക്ഷ്യം ഉണ്ടെങ്കിൽ എഴുന്നേറ്റെന്ന് പറയണം, കഴിഞ്ഞ ഒരാഴ്ച എന്നെ ശുദ്ധീകരിച്ച വചനത്തിനായി സ്തോത്രം. നമ്മൾ എന്താ പറയത്തുള്ളൂ? നമുക്കൊരേ വാക്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞാൽ നിങ്ങളോട് ഒഫൻഡഡ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതെല്ലാം നല്ല വാക്യങ്ങളാണ്. അതും പ്രത്യേകിച്ച് പ്രവാചക ഭാഷയിലൊക്കെ അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെങ്ങും വാലുമല്ല തലയൊന്നുമല്ല, നമ്മൾ ആകെ ഒരു പ്രശ്നമായിട്ട് മാറും. അതാണ് പെന്തിക്കോസിന് പറ്റിയ കുഴപ്പം. വാലുമില്ല തലയില്ല, ഞാൻ നിന്നെ വാലല്ല എന്താക്കും എന്ന് പറഞ്ഞ് സഭയെ മുഴുവൻ അങ്ങ് തലയായി മാറി. അതാ ഉടലില്ലാത്തൊരു സഭയായി ക്രിസ്തു എന്ന തലയായി. ഈ പ്രവാചക വാക്യങ്ങളെല്ലാം കൂടെ സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കും വരെ ഇതും കൊണ്ട് നടക്കുകയാണ്. ഞാൻ മടങ്ങി വരട്ടെ. അപ്പം ഈ എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഷണ്ണന്റെ കഥയാണ് അപ്പോസ്തലപ്രവൃത്തി 8-ാം 39-ാം വാക്യത്തിൽ. അവരെങ്ങനെ സന്തോഷമുണ്ടായതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. വചനം നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കണം. എങ്ങനെയാ വചനം സന്തോഷം ഉണ്ടാക്കുന്നത്? ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചത് കൊണ്ടാണ്. പിന്നെ പാസ്റ്റർ കൂടെ ഉണ്ടോന്ന് വിഷയമൊന്നുമല്ല. ആത്മാവ് എടുത്തുകൊണ്ട് ഫിലിപ്പോസിനെ അസ്തോദിലേക്ക് കൊണ്ടുപോകുമ്പോഴും വെള്ളത്തിൽ നിന്ന് കയറുന്ന എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രി സന്തോഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി. എന്തിനാ കാരണം? മനസ്സിലാകാത്ത വചനം എനിക്ക് മനസ്സിലായി കിട്ടി. ആ വചനം അനുസരിക്കാൻ ഭാഗ്യമുണ്ടായല്ലോ. ദൈവത്തിൻ്റെ കൽപ്പന നാളേക്ക് മാറ്റിവെക്കാതെ എൻ്റെ വഴിയാത്രയിൽ വെച്ച് തന്നെ എനിക്ക് അനുസരിക്കാൻ ഭാഗ്യമുണ്ടായി. അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കാതെ, അടുത്ത കൺവെൻഷൻ വരെ നോക്കിയിരിക്കാതെ, അടുത്ത ഞായറാഴ്ച വരെ നോക്കി നിൽക്കാതെ, ഇന്ന് രാവിലെ ഞാൻ വായിച്ച വാക്യം, ഇന്ന് കേട്ട സന്ദേശങ്ങൾ, ആരോ എന്നോട് പറഞ്ഞ ദൂത് എനിക്കുള്ളതാണല്ലോ, അനുസരിക്കാനുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുമ്പോൾ അകത്തുണ്ടാകുന്ന സന്തോഷമാ വചനത്തിന്റെ സന്തോഷം. ഹല്ലേലൂയ. അപ്പൊ ദൈവവചനത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, എൻ്റെ ദൈവവചനത്തിന്റെ സന്തോഷം നമ്മൾ കേൾക്കുന്ന പോലെ പുറമെയുള്ള കാര്യങ്ങളല്ല ഓർപ്പിച്ചു വരുന്നത്. യേശു പറഞ്ഞു, യോഹന്നാൻ 15-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, ഐ ഹാവ് ടോൾഡ് ദീസ് ഓൾ തിങ്സ് ദാറ്റ് യു മേ ഹാവ് ജോയ് ആൻഡ് ജോയ് ഇൻ അബണ്ടൻസ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കണം. സന്തോഷം ഉണ്ടാകണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഞാനും പാസ്റ്റർ പി വി തോമസോടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിരിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ വേറെ ആളൊന്നും പറയും, നിങ്ങൾ രണ്ടും പറഞ്ഞ് എന്താണെന്ന് ഞാനോടൊന്ന് അറിഞ്ഞാലും ഞങ്ങൾക്കൂടെ ഒന്ന് ചിരിക്കാമായിരുന്നല്ലോ. അങ്ങനെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഈ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ യോഹന്നാൻ പിന്നെ പറഞ്ഞു തന്നു എന്താ യേശു പറഞ്ഞതെന്ന്. എന്താ യേശു ഇത്രയും ചിരിക്കാനുള്ള കാര്യം? അതാ യോഹന്നാൻ 15-ന്റെ 1, 2, 3 വാക്യങ്ങൾ. ഞാൻ സാക്ഷാ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഞാൻ എന്ത് ചെയ്യും? ഇതാ യേശു പറഞ്ഞ സന്തോഷമുള്ള കാര്യം. ദൈവദാസൻ എന്ന നിലയിൽ ദൈവരാജ്യത്തിന് പ്രയോജനമില്ലാത്ത എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അത് മുറിച്ച് കളയുമെന്ന് പറയുമ്പോഴാണ് സന്തോഷിക്കേണ്ടത്. അതിന് വളവിടുമെന്ന് പറയുമ്പോഴല്ല, അതിന് 10 പേര് കൈപൊക്കുമെന്ന് പറയുമ്പോഴല്ല, അതിന് പേര് 4 പേര് കൈയടിച്ചെന്നോ ആരവം മുഴക്കിയെന്ന് പറയുമ്പോഴല്ല, ദൈവകൃപ ചോർത്തിക്കളയുന്നത് മുറിച്ചു കളയും എന്ന വചനത്തിൽ നാം ഇന്ന് രാത്രി സന്തോഷിക്കണം. എൻ്റെ ആത്മാവിനെ കെടുത്തിക്കളയുന്ന, കൃപാവരം ചോർത്തിക്കളയുന്ന, ശുശ്രൂഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന, ദൈവസഭയ്ക്ക് ആക്ഷേപം വരുത്തുന്ന, ദൈവനാമത്തിന് അപമാനം വരുത്തുന്നത് ഇന്ന് രാത്രികാലം ഞാൻ മുറിച്ചു കളയുവാൻ തയ്യാറാകുന്നു എന്ന വചനമായിരിക്കണം നമ്മെ സന്തോഷിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. 2, ഇനി പ്രയോജനപ്പെടുന്നതോ, കായ്ക്കുന്ന കൊമ്പൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിക്കളയും. ചുരുക്കം പറഞ്ഞാൽ ജീവിതകാലത്ത് സ്വസ്ഥതയില്ലെന്നുള്ളതാണ് സന്തോഷം. നന്നായി ജീവിച്ചില്ലേ വെട്ടിക്കളയും, നന്നായി ജീവിച്ചാലോ ചെത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ പറഞ്ഞ ചെത്തല്ല ഇത്, ഈ ചെത്ത്. പ്രൈസ് ദി ലോർഡ്. ഹി വിൽ പ്രൂൺ us. ഇന്നൊരു പാട്ട് പാടിയാൽ അടുത്തൊരു പാട്ട് പാടാനുള്ള കൃപ അകത്ത് തന്നുകൊണ്ടിരിക്കും. ഇന്ന് രാത്രിക്കാലം അത് തിരിച്ചറിഞ്ഞു വേണം. ഓരോ ശോധനയിൽ കൂടിയും ദൈവമക്കൾ ബലം പ്രാപിച്ചുകൊണ്ട് വരിക. ഓരോ അഭിഷേകം, ഓരോ ദിവസം കഷ്ടത കൂടുന്തോറും ദൈവസഭയുടെ വർധനമാണ്. എണ്ണത്തിൽ പെരുകിന്നല്ല ഈ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വർദ്ധിച്ചു എന്നുള്ളതായിരിക്കണം നമ്മുടെ വെളിപ്പാടുകൾ. അപ്പം ഈ വചനം നിമിത്തം ഇവൻ സന്തോഷിച്ചു. 4-ാമതായിട്ട് ദൈവവചനം കേൾക്കുമ്പോൾ ഇറ്റ് വിൽ കട്ട് അവർ ഹാർട്ട്. ഹൃദയത്തെ മുറിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 2:37 പെന്തക്കോസ്ത് നാളിൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന്, അഗ്നിനാവായി ഇറങ്ങി വന്ന് എല്ലാവരും ആത്മാവിൽ സംസാരിക്കുമ്പോൾ ഇവർ വീഞ്ഞു കുടിച്ചും അത്തരായിരിക്കുന്നുള്ള യഹൂദ ജനത്തിൻ്റെയും മറ്റുള്ള സംസ്ഥാനക്കാരുടെയും ഭാഷക്കാരുടെയും സംശയ നിവാരണത്തിനായി പത്രോസ് അപ്പോസ്തലൻ ചെയ്ത പ്രസംഗം. ആ പ്രസംഗത്തിനകത്ത് വരുമ്പോൾ പത്രോസ് അങ്ങോട്ട് പ്രസംഗം കൊണ്ട് തുടങ്ങി, സഹോദരന്മാരെ, ഇത് നട്ടുച്ച സമയത്താണ്, ഇവിടെ മദ്യപിക്കുന്ന സമയമൊന്നും അല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പറയുന്ന പുതുവീഞ്ഞെന്ന് പറയുന്നത് യേശു പറഞ്ഞ ആത്മാവിൻ്റെ മത്ത് ഞങ്ങൾ പിടിച്ചിരിക്കുക. അതങ്ങോട്ട്
അങ്ങോട്ട് പറഞ്ഞിട്ട് പ്രസംഗം അങ്ങോട്ട് അല്ലെങ്കിൽ മുന്നോട്ട് വന്ന് നിങ്ങൾ ഈ തലമുറയിൽ നിന്ന്, വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ വചനം കേട്ട എല്ലാവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഇറ്റ് കട്ട് ദെയർ ഹാർട്ട്. അതാണ് ദൈവവചനം വാളെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ദൈവവചനം എന്ന് പറയുന്നത് എന്താണ്? വാളാണ്. ഹൃദയത്തെ മുറിക്കണം. സ്തോത്രം. ഒരു പുതിയ ഹൃദയം നമുക്ക് വേണം. ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അയ്യോ പാസ്റ്റർ, ഞാൻ 50 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഇന്നും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് ഓർത്തണം. അതുകൊണ്ട് എവ്രി ഡേ വി നീഡ് ടു ബി ക്ലെൻസ്ഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം, നിർമ്മല ജലം, യെരമ്യാ പ്രവാചകൻ പറഞ്ഞ നിർമ്മല ജലത്താലുള്ള ശുദ്ധീകരണം നാൾക്ക് നാൾ പ്രാപിക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ അവനെ വചനത്തോടു കൂടിയ, നമ്മളത് സ്നാന ശുശ്രൂഷിക്കാൻ പറഞ്ഞല്ല, വചനത്തോടു കൂടിയ ജലസ്നാനം. ദൈവവചനം എന്ന അല്ലെങ്കിൽ വചനത്തിനകത്ത് യു നീഡ് ടു ബി ഇമേഴ്സ്ഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ഓർ യു നീഡ് ടു ഗെറ്റ് ഇൻ ടു ദ വേൾഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ ലോകത്തിനകത്തോട് നിങ്ങൾ അങ്ങോട്ട് കയറി പറ്റണം. അപ്പോഴേ വചനം നിമിത്തം നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകത്തുള്ളൂ. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ. അപ്പം നമ്മളെല്ലാവരും പറയുമോ, ദൈവവചനം പ്രസംഗിക്കുന്ന ആളിനെയും കേൾക്കുന്നവരെ എന്ത് ചെയ്യും? എല്ലാ വാളിനും 2 വശമുണ്ട്. നിങ്ങൾ പോയി നോക്കിക്കോ, വീട്ടിൽ പോയി. എല്ലാ വാളിനും എന്തുണ്ട്? അപ്പോൾ ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത പ്രസംഗിക്കുന്നതും കേൾക്കുന്നതല്ല, ഹൃദയത്തിൻ്റെ ചിന്തകൾക്കകത്തോട്ട് അങ്ങോട്ട് കയറും. വാ കൊണ്ട് പറഞ്ഞ് കർത്താവേ ചാക്കോച്ചനെ അനുഗ്രഹിക്കണമേ, പക്ഷേ ഹൃദയം പറഞ്ഞു ഓ ചുമ്മാ പറഞ്ഞു. ഇതാണല്ലോ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗോഡ് ഈസ് നോട്ട് ഓൺലി ലുക്കിംഗ് അറ്റ് ദ ആക്ട് ഓഫ് വർഷിപ്പ്, ആറ്റിറ്റ്യൂഡ് ഓഫ് വർഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ്റെ കൂടെ നിന്നുകൊണ്ട് ഹാബേലിൻ്റെ കൂടെ നിന്ന് കൈയടിക്കുമ്പോഴും മനസ്സിനകത്ത് എന്തോ ഉണ്ട്? ഇവനെ തട്ടാനുള്ള കത്തി ഒരുക്കി വെച്ച്. ഇതാ ദൈവം വിശദീകരിച്ചത്. ഇതാണ് വചനം കൊണ്ട് പുറത്തോട്ട് കൊണ്ടുവരുന്നത്. വിശദീകരിക്കാം, ഒരു ഭാഗം കൂടെ പറയണമല്ലോ. അപ്പോൾ വചനത്തിൽ കുത്തുകൊള്ളണം. ഇന്ന് രാത്രി വചനം കൊണ്ട് എനിക്കൊരു കുത്തേറ്റെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ധന്യരാരും ഇല്ല. ഇറ്റ്സ് നോട്ട് എ പാസിഫൈങ് വേർഡ്. At the same time it will pacify, it will comfort you, but it has to prick your heart. വചന ഹൃദയത്തിനകത്തൊരു ക്രിയ ചെയ്യണം. അങ്ങനെ ക്രിയ ചെയ്തപ്പോഴാണ് ദാവീദ് പറഞ്ഞത്, അയ്യോ ഈ ഹൃദയം കൊള്ളത്തില്ലല്ലോ, ഇത് രാജാവാകാൻ കൊള്ളാൻ കേട്ടോ ഈ ഹൃദയം. പ്രൈസ് ദി ലോർഡ്. ചെങ്കോല് പിടിക്കാൻ ഈ ഹൃദയം മതി, സിംഹാസനത്തിൽ ഇരിക്കാനും തൊപ്പി വെക്കാനും ഈ കിരീടം വെക്കാനും ഈ ഹൃദയം മതി. പക്ഷേ സ്വർഗസന്നിധിയിൽ ചെല്ലണമെങ്കിൽ പരിശുദ്ധാത്മാവിന് ഇരിക്കാൻ ഈ ഹൃദയം പോരാ. 51-ാം സങ്കീർത്തനം നമ്മുടെ കാണാപ്പാടമാ പ്രാർത്ഥിക്കുകയാണ്, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ഓ ലോർഡ് ആൻഡ് റിന്യൂ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. കർത്താവേ, നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിക്കണം. ചുമ്മാ തന്നെ പാസിഫ് ചെയ്താൽ പോരാ. സൃഷ്ടിക്കണമെങ്കിൽ ഒരു ഡൈസെഷൻ നടത്തണം, ഒരു സർജറി നടത്തണം. വചനത്താൽ എൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കണം. എന്നിട്ടൊരു പുതിയ ഹൃദയം, ഹല്ലേലൂയ, മോഹിക്കാത്ത, പാപം ചെയ്യാത്ത, മറ്റുള്ളവരെ കൊല്ലുവാൻ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും കൈകൊണ്ടും പ്രേരണ കൊടുക്കാത്ത ഒരു ഹൃദയം എനിക്ക് വേണം. സ്ഥിരമായ ഒരാത്മാവ് ഇരിക്കുന്ന ഹൃദയം. വന്നു പോകുന്ന ആത്മാവ്, ഞായറാഴ്ച സഭായം കഴിയുമ്പോൾ വിട്ടുപോകുന്ന ആത്മാവല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവൊക്കെ ഉണ്ടായില്ലേ? അന്ന് തൊട്ട് പിന്നെ ദാവീദിൻ്റെ മേലെ ആത്മാവ് വന്നു. എന്തോ ബഹളമായിരുന്നറിയാമോ പരിശുദ്ധാത്മ വന്നപ്പോൾ. നമ്മളും അങ്ങനെയൊക്കെ അല്ലേ, സൂപ്പർഫിഷ്യലായിട്ടൊന്നും ആൾക്കാർ അളന്ന് കളയല്ല കേട്ടോ. ഞാൻ ദാവീദിനെ അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഞാൻ പറഞ്ഞ ഒരു വശം മാത്രമേ, ഒരു സൈഡാണ് ഞാൻ ഈ പറയുന്നത്, മറ്റേ സൈഡെല്ലാം പെർഫെക്റ്റാണ്. ഹല്ലേലൂയ, ഒരു കുഴപ്പമൊന്നുമില്ല. ഗോലിയാത്തൊക്കെ ഇങ്ങോട്ട് വന്നാൽ ഒറ്റ മലർത്തി അടിക്കുമാരെ പറഞ്ഞോട്ടെ. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും, സമയമൊന്നും ആയിട്ടില്ല, ഇനി ഉണ്ട് 1/2 മണിക്കൂർ. ഗോലിയാത്തൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ഒറ്റ ഏറിന് ഉന്നം തെറ്റാതെ ഗോലിയാത്തിനെ എറിഞ്ഞ് വീഴ്ത്തും. കരടി ഇങ്ങോട്ട് വരട്ടെ, കടിച്ചു കയറി എന്ത് ചെയ്യും? കൊന്നുകളയും. സിംഹം വന്നാൽ ഒരു ആട്ടിൻകുട്ടിയെ പോലെ. പിന്നെ ബത്ശേബ വന്നാൽ മാത്രം പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ആത്മവാസമില്ലാത്തതിൻ്റെ കുഴപ്പം. ഈ ഹൃദയമാണ് മാറേണ്ടത്. പ്രൈസ് ദി ലോർഡ്. വി നീഡ് ടു ഹാവ് എ സ്പിരിറ്റ് കൺട്രോൾ ലൈഫ് മോർ ദാൻ എ സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്. അതൊരു സൈഡാ. വി ആർ വെരി പെർഫെക്റ്റ് ഇൻ ദാറ്റ്. We can speak in tongues for hours, we can sing songs, we are able to sit in the sanctuary for maybe another 30 minutes more. No, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ജഡത്തെ നിയന്ത്രിക്കുന്ന ഈ ആത്മസാന്നിധ്യം കുടികൊള്ളുന്നൊരു ഹൃദയം, അത് മനസ്സിലായപ്പോൾ പ്രസംഗിച്ചു. 52-ാം സംഘത്തിൻ്റെ 2-ാം വാക്യം, ഈ സോപ്പ് കൊണ്ട് കഴുകിയാലും വേണ്ടില്ല, എന്നെ എങ്ങനെ കുളിപ്പിച്ചാലും വേണ്ടിയില്ല, കർത്താവേ ഹല്ലേലൂയ, നിന്റെ പരിശുദ്ധാത്മാവിനെ എങ്കിൽ നിന്ന് എടുക്കരുത്. പെന്തിക്കോസുകാരെ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ നമുക്ക്? ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത അതാ, ആത്മനിയന്ത്രിത ജീവിതം. ആത്മനിറവിനോടൊപ്പം തന്നെ ഒട്ടും ബാലൻസ് തെറ്റാതെ we need to have a life totally and absolutely controlled and saturated by the power of the Holy Spirit. കുഞ്ഞുങ്ങളെ അത് എൻകറേജ് ചെയ്താട്ട് in the church of God, hallelujah, you need to encourage, you need to from the top of the head to the tip of the toe, you need to be crowned with the power of the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന ഒരു ജീവിതമായി മാറണം. പ്രൈസ് ദി ലോർഡ്. നിരപരാധിയായ ഊരിയാവിന് നേരെ കത്തെഴുതുവാൻ കൈയെന്തേ വിറയ്ക്കാഞ്ഞത്? അകത്തിരിക്കുന്ന ആത്മാവില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പടയിൽ നിന്ന് പോരാടുന്ന അനേകരെ കൊന്നൊടുക്കുന്നതിന്റെ കാരണം എന്താ? ആത്മനിറവുള്ള ജീവിതമല്ല, ആത്മനിയന്ത്രിത ജീവിതമല്ല, പ്രഹസനമല്ല ആത്മീയ ജീവിതം. ഐ നോ ഹൗ ടു ഇങ്ങനെ പ്രസംഗിക്കാൻ എനിക്കറിയത്തുള്ളൂ. അകത്ത് ഒരു മുറിവ് ഏൽക്കണം. എന്ന് രാത്രി വചനത്താൽ വെട്ടുകൊള്ളണം. നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ. ഹല്ലേലൂയ. എന്തോ ഒരു സാന്നിധ്യമാരെന്നറിയാമോ ശിംശോൻ്റെ മേൽ. നമ്മൾ സാധാരണ പുള്ളിയുടെ, നമ്മളൊക്കെ സാധാരണ ഈ വാൾമാർട്ടിൽ ഇവിടെ വരുമ്പം ഓപ്പൺ ഓട്ടോമാറ്റിക് ഡോർ കണ്ടിട്ടുള്ളതല്ലാതെ നമ്മളൊന്നും ഡോറിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് അതിൽ വിളിക്കാറുണ്ടില്ല. ശിംശോനൊക്കെ നമ്മളൊക്കെ ഡോർ തുറന്ന് കയറി പോകുന്നത്, പുള്ളി ഗസയുടെ വാതിലും എടുത്ത് തോളെ വെച്ചോണ്ടാ പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികളാണ്. ഡോറ് തുറന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് എത്ര പേര് പിടിച്ചാലും പൊങ്ങാത്ത ഡോറൊക്കെ എടുത്ത് തോളെ വെച്ചോണ്ട് പോകും. കല്യാണ ഉറപ്പിന് പോവാണ്. ന്യായമായുടെ പുസ്തകം 14-ാം അധ്യായത്തിലുണ്ട്. പുള്ളി കല്യാണ ഉറപ്പിന് പോകുമ്പം അപ്പനും അമ്മയുണ്ട്. തിമ്നയിലേക്ക് പോവുകയാണ്, മുന്തിരി തോട്ടത്തിൽ കൂടെ പോകുന്നത്. കല്യാണ ഉറപ്പിനൊക്കെ പോകുമ്പോൾ നല്ല ഉടുപ്പൊക്കെ ആയിരിക്കും അന്നത്തെ കാലത്തല്ലേ. ഒരു സിംഹം അവൻ്റെ നേരെ ചാടി വീണ്. കയ്യിലൊന്നും ഇല്ലാതിരിക്കും. അവൻ ആട്ടിൻകുട്ടിയെ പോലെ എന്നെ എന്ത് ചെയ്തു? എൻ്റെ ഭാഷ പറഞ്ഞാൽ ഷർട്ട് പോലും ഉടയാതെ പിന്നെ എൻഗേജ്മെൻറ്റ് പോയത് പാർട്ടി. ഒരു കുഴപ്പമില്ലായിരുന്നു. എന്ത് മിടുക്കാനറിയാമോ? പിന്നെ ഒരു പച്ച കഴുതയുടെ വഴുതി പോകുന്ന താടിയെല്ലാം കൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ടെന്നൊക്കെ പറഞ്ഞ് 1000 പേരെ കൊന്നൊടുക്കും. പ്രൈസ് ദി ലോർഡ്. 300 കുറുക്കന്മാർ. അതൊക്കെ ഓർത്തിട്ട് ചിരിച്ചിട്ടുണ്ട് രാത്രിയിൽ ഇരുന്നുണ്ട്. ഒരു കുരുക്കനെ പിടിക്കപ്പെടുന്ന പാടെനിക്കറിയാം. 300 കുറുക്കന്മാരെ പിടിക്കുന്നു. ഇനിയും ഒരു കോഴിയെ പിടിക്കാൻ പറ്റ പാടുള്ളവരെ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര് ഒരു കാലത്തുണ്ടായിരുന്നില്ല. വിരുന്നുകാർ വരുമെന്ന് പറയുമ്പോൾ കോഴി ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്ത് ഇരുന്ന് പറഞ്ഞക്ക് നമ്മളിതിലേക്ക് പുറകെ നടന്നിട്ടുള്ളതല്ലേ അല്ലേ? അങ്ങനെ എത്ര ഓടി കീഴ്പ്പെടുത്തി ഒരു കോഴിയെ പിടിച്ച് നമ്മൾ രാജ്യം പിടിക്കടച്ച ബുദ്ധിയോടിന് നമ്മൾ മടങ്ങി വരുന്നു. അങ്ങനെയുള്ള ഈ ശിംശോൻ 300 കുറുക്കന്മാർ നിന്ന് കൊടുത്തല്ലോ. ഇനി ഇതിൻ്റെ വാല് തമ്മി നിങ്ങളിന്ന് വായിച്ച് തള്ളരുന്ന്, ഇരുന്ന് ആലോചിക്കണം കുറച്ചു നേരം. ചുമ്മാ ഇരുന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. 2 കുറുക്കൻ്റെ വാല് തമ്മി കെട്ടി നിന്ന് കൊടുത്തല്ലോ ഉമാര്. കൃപയുള്ളതുകൊണ്ട് നിന്ന് കൊടുത്ത കേട്ടോ, അഭിഷേകമുള്ള നിന്ന് കൊടുത്ത്. പിന്നെ എന്ത് ചെയ്തു? ഒരു പന്തം വെച്ചിട്ട് ഫെലിസ്തീൻ്റെ വയലിലേക്ക് ഇറക്കി വിട്ടു. പക്ഷെ പുള്ളി സഭായം കഴിഞ്ഞാൽ നേരെ ഓടുന്ന ദലീലയുടെ വീട്ടിലോട്ട്. അകത്തിരിക്കുന്ന ആത്മാവ് വേണം ഇന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്താലുള്ള ശുദ്ധീകരണം. ഈ മണ്ണിൽ നമുക്കൊന്നും നേട്ടങ്ങളും കയ്യടി 4 പേരുടെ കേമന്മാരുടെ ലിസ്റ്റിലൊന്നും ചെന്നുപെട്ടില്ലെങ്കിലും കാഹളം ധ്വനിക്കുമ്പോൾ പറന്നു പോകാതിരിക്കുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന വെളിപ്പാടോടെ വചനത്താലുള്ള വിശുദ്ധീകരണം. ഹല്ലേലൂയ. ദൈവവചനം എന്ന വാള് നമ്മെ ശുദ്ധീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. കത്തണം എന്ന് അതിന് അടുത്ത വാക്ക് പറയുന്നത് ലൂക്കോസ് 24:32 വാക്യം. ലൂക്ക് 24:32. എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാർ അവസാനം യേശു അവരുടെ കൂടെ 7 മൈൽ നടക്കുകയാണ്. യേശു കൂടെ നടക്കിയ ഒരു രാത്രി. യേശുവിൻ്റെ ആ ബിസി ഡേ ആണ്. ആലോചിക്കണം, റിസറക്ഷൻ ഡേയിൽ എന്തോ ഒരു തിരക്കാരെന്നറിയാമോ യേശു. ഇവരുടെ കൂടെ അങ്ങ് നടക്കുകയാണ് യേശു ഉയർത്തെഴുന്നേറ്റിട്ട്. അങ്ങനെ നടന്ന് യേശു അവരോട് പോയി സ്തോത്രം അവിടെ ചെന്ന് വീട്ടിലോട്ട് പോയി നിർബന്ധിച്ച് യേശുവിനെ അകത്ത് കയറ്റി. ഓൺ ദ വേ ഹി വാസ് എക്സ്പ്ലെയിനിങ് ആൻഡ് എക്സ്പോണ്ടിങ് എവറിത്തിങ് അബൌട്ട് ഹിം. യേശു തന്നെക്കുറിച്ച് വിവരിച്ചെന്ന, അതായത് നേരത്തെ പറഞ്ഞ പഴയ നിയമത്തിൻ്റെ വിശേഷത പറഞ്ഞു വന്നത്. അല്ലെ, ഉൽപ്പത്തിയിലെ സ്ത്രീയുടെ സന്തതി ഐ ആം ദാറ്റ്, ഞാനാണ് ആ സന്തതി. ഇങ്ങനെ ഓരോ പുസ്തകം ആ 39 അധ്യായം പറയുന്നതൊക്കെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഇത് ഞാനാ അല്ലേ. അങ്ങനെ അവസാനം മലാഖി വരുമ്പോൾ അല്ലേ, നീതി സൂര്യനായ ആ സൂര്യൻ ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറിയപ്പോൾ അവർ പറയുക, ഇവൻ നമ്മോട് വഴിയിൽ വെച്ച് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഇറ്റ് വാസ് ബേണിങ്. അവരുടെ ഹൃദയം എന്ത് ചെയ്യായിരുന്നു? ദൈവവചനം കൊണ്ട് നമ്മുടെ ഹൃദയം അങ്ങ് പ്രകാശിക്കണം. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയത്തിനകത്തൊരു ആത്മാവിൻ്റെ ചൂടുണ്ടാകണം. യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയത്തിന് ചൂട് പിടിക്കണം. ഹല്ലേലൂയ. ഇത് കേൾക്കാൻ ഭാഗ്യമുണ്ടായല്ലോ. ഈ വചനം വായിപ്പാൻ, ഇത് കൊണ്ടു നടക്കുവാൻ, ഇത് പ്രസംഗിപ്പാൻ, ഇത് അനുസരിപ്പാൻ, ഇത് പ്രമാണിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. എത്ര പേർ അജ്ഞരായി ലോകത്തിൽ നശിക്കുമ്പോൾ, നിത്യനാശത്തിന് ഇരയായിത്തീരുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി കൈക്കൊള്ളുവാനും കേൾക്കുവാനും പറയുവാനും ഞങ്ങളെ വിളിച്ചല്ലോ, നിയോഗിച്ചല്ലോ, ആക്കിയല്ലോ. അതിനായി നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രിയും ദൈവത്തിന് വചനം നിമിത്തം സ്തോത്രം ചെയ്യണം. വൈഷമന ദൈവവചനത്തിനായി ഹല്ലേലൂയ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം കത്തിക്കൊണ്ടിരുന്ന പറഞ്ഞ വചനത്തിന് നിമിത്തം ഇറ്റ് ഷുഡ് ബേൺ യുവർ ഹാർട്ട്. ഇറ്റ്സ് എ കൺസ്യൂമിങ് ഫയർ. ദൈവവചനം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മളിതൊക്കെ നോർത്ത് ഇന്ത്യയിൽ ആരെങ്കിലും കല്ലെറിയുമ്പോൾ ഞങ്ങളുടെ ദൈവം ആരാന്നറിയുമ്പോൾ ദഹിപ്പിക്കുന്ന. അച്ഛൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അങ്ങ് അറിയുന്നല്ലോ, ഈ ഭീകരന്മാരെല്ലാം കൂടെ വരുന്നല്ലോ, അങ്ങ് ദഹിപ്പിക്കുന്ന അഗ്നിയാണല്ലോ, അവരെ ചുട്ടു ചാമ്പലാക്കണേ. അങ്ങനൊന്നും ഇല്ല ദൈവമക്കളെ. എന്താ ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ എന്ന് പറഞ്ഞാൽ? ഈ ദൈവത്തെ യു നീഡ് ടു ക്യാരി ദിസ് കൺസ്യൂമിങ് ഫയർ വിത്തിൻ യു. ഈ അഗ്നിയെ അകത്ത് കൊണ്ട് നടക്കണം. പ്രയോജനമില്ലാത്തതിനെ കരിച്ചു കളയുന്നതും പ്രയോജനമുള്ളതിനെ ശോഭിപ്പിക്കുന്ന ഈ ദൈവത്തിനെ ദഹിപ്പിക്കുന്ന അഗ്നി അകത്ത് കൊണ്ട് നടക്കുമ്പോഴാണ് ദൈവഭയം ഉണ്ടാകുന്നത്.
That's what we call the fear of God. You need to carry this burning fire within you, consuming fire within you. നമ്മളെ ജഡത്തെ കീഴ്പ്പെടുത്തുകയും എവറിത്തിങ് ദാറ്റ് എക്സോൾട്ടിങ് അഗൈൻസ്റ്റ് ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്, അതിനെ സബ്മിറ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ അഗ്നി. നാമ്പെടുക്കുമ്പോൾ കരിയിച്ച് കളയണം, മുളയിനെ നുള്ളിക്കളയുന്ന വചനം. ഇതാണ് ഈ വചനത്തിൻ്റെ ശക്തി. കാരണം ഇതൊരു വചനം എന്ന് പറയുന്നത്, എനിക്കിതൂടെ പറയാനുള്ള സമയമുള്ളൂ. നമ്മൾ ബെറ്റർ തിങ്സിലേക്ക് നാളെ പോകാം. ഇത് ഇത്രയും നല്ല ബെറ്റർ പറഞ്ഞല്ലോ, ഇനി ബാക്കി പിന്നെ നാളെ പറയാം. സ്തോത്രം. വചനം എന്ന് പറയുന്ന ഒരു കണ്ണാടിയാണ് ദൈവമക്കളെ. കണ്ണാടി കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവരും. ഞാൻ പറയുന്നത് ഈ കണ്ണാടി അല്ല, മുഖം നോക്കുന്ന കണ്ണാടി, റിഫ്ലക്റ്റിംഗ് മിറർ. എല്ലാവരുടെയും വീട്ടിൽ എന്തോ ഉണ്ട്, എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് പോലും അറിയത്തില്ലല്ലോ. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് ബാഗിനകത്ത് കൊണ്ട് നടക്കുകയും ചെയ്യും. നമ്മൾ എന്തിനാണ് ഈ കണ്ണാടി, വചനം കണ്ണാടി എന്ന് പറയാനേ വന്നത്. ഈ ക്യാരിങ് ദ മിറർ. എന്തിനാ കണ്ണാടി എന്തിനാണ് കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ കണ്ണാടിയിൽ എന്തിനാണ് നോക്കുന്നത്? ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും കണ്ണാടി നോക്കാത്ത ആരും ഇടങ്ങും ഇല്ല. എന്തിനാണ് നിങ്ങൾ ഈ കണ്ണാടി നോക്കുന്നത്? വചനം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. വചനം എന്ന കണ്ണാടി എന്താ ചെയ്യുന്നതെന്ന് പറയണമല്ലോ. എബ്രായ വിശ്വാസികൾ പിന്മാറിപ്പോയതിൻ്റെ ഒരു കാരണമേ പറഞ്ഞുള്ളൂ, ഇനി 3 കാരണം കിടക്കുന്നേ ഉള്ളൂ. 3 ദിവസം വേണം പറയാൻ, എന്നാലും ഇരിക്കട്ടെ. എന്താ പിന്മാറിപ്പോയതിൻ്റെ കാരണം പറഞ്ഞു? വചനം എന്ന കണ്ണാടി. യാക്കോബ് പറയുന്നു, വചനത്തിൽ കണ്ണാടി നോക്കി മുഖം മറന്നു പോകും. ഇപ്പോൾ ഇവിടുന്ന് ഓർത്ത് വയ്ക്കുക, കണ്ണാടി നോക്കിയപ്പോൾ കാര്യമില്ല, നമ്മളങ്ങ് മറന്നുപോയി. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണം. അവിടെ ചെന്നിട്ട് രാവിലെ കണ്ണാടി നോക്കിയപ്പോഴാണ് ഞാൻ കണ്ട പോലല്ല മുഖം. ഈ മൂക്കിന് ഇച്ചിരൂടെ നീളം ഉണ്ടായിരുന്നേ, കൊള്ളായിരുന്നു. ഈ ചെവി ഇച്ചിരൂടെ ഇങ്ങോട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാ ഈ തലയൊക്കെ ഇങ്ങനെ നരയ്ക്കാൻ തുടങ്ങിയത്? അപ്പോൾ നമുക്കാകെ വിഷമമായി. നമ്മുടെ ഹൃദയത്തിനകത്തെ ഒരു രൂപം ഇവിടെ കാണുന്നില്ല, കണ്ണാടി കാണുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഏകദേശം ഹൃദയത്തിലെ രൂപത്തോട് ഒത്തു കിട്ടാൻ വേണ്ടി കടയിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടും. എന്നിട്ട് പെയിൻ്റ് അടിച്ചും തേച്ചും മിനുക്കി ഒരുക്കിയൊക്കെ നമ്മൾ ഏകദേശം 100% വരത്തില്ല, നമ്മുടെ മനസ്സിലുള്ള രൂപത്തോട് കണ്ണാടിയിലുള്ള രൂപം ഒത്തു വരുമ്പോഴാണ് ബാഗ് എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ സഭായത്തിന് പോകുന്നത്, കല്യാണത്തിന് പോകുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള കാര്യം കണ്ണാടി. ഇത് തന്നെ ദൈവവചനം എന്ന കണ്ണാടി. ഹല്ലേലൂയ. വചനത്തിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. എൻ്റെ നാക്ക് എങ്ങനെ ആയിരിക്കണം, എൻ്റെ ചെവി എങ്ങനെ ആയിരിക്കണം, എൻ്റെ കണ്ണെങ്ങനെ ആയിരിക്കണം, എൻ്റെ ഹൃദയം എങ്ങനെ ആയിരിക്കണം, എൻ്റെ കൈ എങ്ങനെ ആയിരിക്കണം, എൻ്റെ കാലെങ്ങനെ ആയിരിക്കണം. ഇറ്റ് ഹാസ് എ ഡ്രീം അബൌട്ട് യു. ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, ജനിക്കുന്ന സകല തലമുറയെക്കുറിച്ചും ദൈവത്തിന് സ്വപ്നമുണ്ട്. എന്താ സ്വപ്നം എന്നറിയാമോ? സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സന്തതിയായിരിക്കണം. യേശുവിനെ കുറിച്ചുള്ള സ്ത്രീയുടെ സന്തതി എന്ന വാഗ്ദത്തം കൊണ്ട് അവസാനിപ്പിക്കാതെ മണ്ണിൽ പിറക്കുന്ന സകല മനുഷ്യനും പിശാചിന്റെ തല തകർക്കുന്ന ദൈവമക്കളായി മാറണം. അർത്ഥം ഇത്രയേ ഉള്ളൂ. പിശാചിന്റെ തലയെന്ന് പറഞ്ഞ പദ്ധതികളെ, എവറി സ്കീംസ് ഓഫ് ദ മാൻ ആൻഡ് ദ എനിമി, വി വിൽ ബി ഏബിൾ ടു ക്രഷ് ഇറ്റ് ആൻഡ് ട്രാമ്പിൾ ഓവർ ഇറ്റ്. പിശാചിന്റെ പദ്ധതികളെ ചവിട്ടി മെതിക്കുന്ന വെളിപ്പാടുള്ളവരായിരിക്കണം ദൈവമക്കൾ. അകത്തളങ്ങളിൽ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ അത് അകത്ത മുറിയിൽ വെളിപ്പെട്ട് കിട്ടുന്ന ആത്മീയത്തിന് ഉടമസ്ഥരായി മാറണം. വന്നു കഴിഞ്ഞിട്ട് അഭിമുഖീകരിക്കുകയല്ല, വരുന്നതിന് മുമ്പ് എൻ്റെ റൂട്ട് അറിയുന്നവരായി മാറണം ദൈവമക്കൾ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കർത്താവേ, അവിടുത്തെ തിരിഹിത പ്രകാരമുള്ള വെളിപ്പാടുകൾ എൻ്റെ ഹൃദയത്തിന്റെ മാംസപ്പലകിൽ കുറിച്ചിടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനത്തിന്റെ രൂപം ഇത് വായിച്ചപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കണ്ണാടിയിലോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി, ഈ പറയുന്ന നാക്കല്ല എനിക്കുള്ള ഇത്ര നീളം വേണ്ടായിരുന്നു. ഏതാ? വചനം പറഞ്ഞ വാക്കുകൾ ചുരുക്കമായിരിക്കട്ടെ. പക്ഷെ ഞാനോ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ അറിയത്തില്ല. അപ്പോൾ അത് വചനം പറയും, മുറുക്കി. ഇതാ കണ്ണാടി ചെയ്യുന്നത്. ദൈവവചനം എന്ന കണ്ണാടി. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തോട് നാം ഏകീഭവിക്കപ്പെടുമ്പോഴാണ്. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് എബ്രായ വിശ്വാസികൾ പിന്മാറിപ്പോകാൻ തുടങ്ങിയത്. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടില്ല. രണ്ടാം കാര്യം വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ 5:12 തൊട്ട് 6:1 വരെ വരുമ്പോൾ ഇപ്പോൾ അവർ സ്പിരിച്വൽ ഡൾനെസ് ആണ്, ആത്മീക മാന്യത. സ്തോത്രം. പഴയ ഉത്സാഹം എരിവൊന്നും ഇല്ലെന്നേ. കാലം നോക്കിയാൽ നിങ്ങൾ ആരായിരിക്കണം? ഇപ്പം ടീച്ചേഴ്സ് ആകേണ്ട സമയമൊക്കെ. സൺഡേ സ്കൂൾ പഠിപ്പിക്കണം, സഭയിൽ ഒരു എഴുന്നേറ്റ് വാക്ക് പ്രബോധനം കൊടുക്കണം, 4 പേരുടെ ശുചീകരണം കൊടുക്കേണ്ട സമയം. പക്ഷേ ഇപ്പോഴും എന്ത് ചെയ്യുക? ഈ പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞല്ല, ഈ ശിശുത്വം ശൈശവം തമ്മിൽ വ്യത്യാസമുണ്ട്. ചൈൽഡിഷും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കുഞ്ഞായിരിക്കുന്നത് നല്ല സ്വഭാവത്തിൽ ശിശുവിനെ പോലെയും പെരുമാറ്റ രീതിയിൽ പ്രായമുള്ളവരെയും പോലും ആയിരിക്കണം. അതാ വചനം പറയുന്നത്. ഇവരാണെങ്കിൽ എന്നും പാസ്റ്ററെ പ്രസംഗിക്കാൻ, എന്തിനാ പാസ്റ്റർ എപ്പോഴും ഇങ്ങനെ കൊരിന്ത്യ ലേഖനം പ്രസംഗിക്കുന്നത്, എന്തിനാ FSC ലേഖനം പ്രസംഗിക്കുന്നത്, എന്തെല്ലാം പുസ്തകങ്ങളുണ്ട് കിടപ്പുണ്ട് പഴയ നിയമത്തിൽ. അതിൽ നിന്ന് പറഞ്ഞുകൂടെ 4 വാക്ക്? ചെങ്കടൽ മുറിച്ചത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാ ആഴ്ചയും എന്ത് മുറിക്കണം? ചെങ്കടൽ മുറിക്കണം. പോരും പോരാട്ടം ഒഴിഞ്ഞിട്ട് ബെന്തക്കോസുകാർക്ക് ഒരു ദിവസം പോലും
തലയെ കൈവച്ച് അരി ആട്ടുന്ന പോലെ തലയാട്ടിയാലും ദൈവമക്കളെ നമ്മൾ നന്നാകത്തിടത്തോളം ഒരു ശുഭഭാവി ഉണ്ടാകത്തില്ല. പ്രൈസ്തല്ല. പ്രവാചകൻ്റെ കോളർ പോകും. ഞാനും പ്രവചന ശേഷിയോടെ ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളതാ, അത്യാവശ്യം വേണമെന്ന് ചെയ്യുന്ന ആളുമാണ്. പക്ഷേ ദൈവവചനത്തിൻ്റെ സത്യം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മെ ഒന്ന് പണിതെടുക്കണം. ഹല്ലേലൂയ. ഇവരെ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടതാ. പക്ഷെ ഇപ്പോഴും ബാല്യപാഠങ്ങൾ മാത്രം, ആദിമ പാഠങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ കട്ടിയായിട്ട് കൊടുത്ത ചങ്ക് ചങ്ക് എന്നും സീരിയലാണ് കൊടുക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇന്നത്തെ പ്രസംഗം. എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആ ദൈവദാസൻ കണ്ടില്ലയോ, നിന്നെ എങ്കിലും ഞാനും ചാവുമുണ്ട്. ആ ദൈവദാസൻ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയാൽ അയൽവക്കക്കാരൻ എന്തോന്ന് പറയണം, ജോലിക്ക് ചെല്ലുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറയണം, നമ്മുടെ ഉള്ള സന്തോഷമെല്ലാം അങ്ങ് പോയി. ആരെന്ത് ചെയ്താലും കുലുങ്ങാതിരിക്കണമെങ്കിൽ വേര് വചനത്തിനകത്ത് ഉറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. കുട്ടിത്തം വിട്ടുമാറാത്ത ആത്മീയം. ഹല്ലേലൂയ. നമ്മുടെ പിള്ളേർ, എനിക്ക് 3 മക്കളുണ്ട്. അവർ കൊച്ചിലെ വളർന്നു വന്നപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഒരു ടോയ്ക്ക് വേണ്ടി 2 പേർ റെഡി ഉണ്ടാക്കും. 5 രൂപയുടെ കാറാണ്, പക്ഷെ 2 പേർക്കും വേണം. ഇനി ഒരെണ്ണം അടുത്തവൻ അത് വാങ്ങിച്ചു കൊടുത്താൽ അവന് ഇത് തന്നെ വേണം. ഇത് ആ കുട്ടിത്തത്തിൻ്റെ, ഒരാൾക്ക് ഒരേ കാര്യം തന്നെ വേണം. ഞാൻ ഈ സീറ്റിലേ ഇരിക്കത്തുള്ളൂ. ഞായറാഴ്ച വന്നാൽ ഇവിടെ കുഴപ്പമില്ല, ഞാനിവിടെ അതോട്ട് വരുക. ഞാനിവിടെ ഈ കോവിഡിൻ്റെ കാലത്ത് 5 ജനറൽ ബോഡി കൂടിയാൽ നടക്കാത്ത എത്ര കാര്യങ്ങളാണ് ഞങ്ങൾ പാസ്സാക്കി എടുത്തെന്നറിയോ? കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പണ്ട് പറയുമായിരുന്നു നമുക്ക് ഫാമിലിയായിട്ട് ചർച്ച ചെയ്തിരിക്കണം. ഒക്കത്തില്ല. ഇപ്പം ആർക്കും മാറിയിരിക്കണ്ട. ഇപ്പം ഞാനും എൻ്റെ ഭാര്യ മുന്നിൽ തുടങ്ങി ബാക്കി എല്ലാവരും എങ്ങനെ ഇരിക്കത്തുള്ളൂ. എന്തോ ഒരു സമാധാനം. സഹോദരന്മാർ ഒത്തിരി വിശ്വസിക്കും. ഇങ്ങനെ എന്തെല്ലാം സാക്ഷ്യം നമുക്ക് എന്ന് കുറയ്ക്കണം. കേൾക്കത്തില്ല, നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല. ഇപ്പം ആർക്കും എന്ത് ചെയ്യണ്ട, ഒന്നും വേണ്ടെന്നേ. എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വരുത്തിയത് ദൈവത്തിന്, അതിനൊരു സ്തോത്രം. ഇനി ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാഹചര്യം ഇത്രയേ ഉള്ളൂ. ഈ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടവര്. കുട്ടിത്തം എന്ന് പറയുന്നത് പിടിവാശിയുടെ ഒരു ലക്ഷണമാണ്. ഞാൻ പറയുന്നത് മാത്രമേ നടക്കൂ. നോ, ദൈവം പറയുന്നത് മാത്രമേ നടക്കാവൂ. അത് 100 പേരാണേലും 1000 പേരാണേലും 1,00,000 പേരാണെങ്കിലും യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന് ചായുവാൻ ആൾ വേണം. ഹല്ലേലൂയ. അത് അമ്മാച്ചനാണേലും അളിയനാണേലും അനന്തരനാണേലും ദൈവത്തിൻ്റെ സഭ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പക്ഷത്ത് മാറി നിൽക്കുവാൻ ജനമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ മാത്രമേ കാലപ്പഴക്കം കൊണ്ട് നമ്മുടെ ആത്മീയ പക്വത, സ്പിരിച്വൽ മെച്യൂരിറ്റി, പ്രൈസ് ദി ലോർഡ്, നമുക്ക് പക്വതയുടെ തെളിവാണ് എബ്രായലേഖനം 11:24 തൊട്ട്. അവൻ മുതിർന്നപ്പോൾ, മോശം 40 വയസ്സായപ്പോഴാണ് വചനം എഴുതുന്നത്. വെൻ ഹി വാസ് ഏജ് ഓഫ് 40 years. മുതിർന്നപ്പോൾ സഹോദരന്മാരുടെ ഭാരമുള്ള വേല നോക്കാൻ പോയി. കൊട്ടാരത്തിൻ്റെ സുഖലോലുപതയ്ക്കപ്പുറം കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം സഹോദരന്മാരുണ്ടെന്ന വെളിപ്പാടാ ഒന്നാമത്തെ പക്വതയുടെ ലക്ഷണം. ഹല്ലേലൂയ. എൻ്റെ കൂട്ടു സഹോദരന് എന്തെങ്കിലും വേദനയുണ്ടോ? എൻ്റെ കൂട്ടു സഹോദരിയുടെ ഹൃദയം തകരുന്നത് എന്തെങ്കിലും എൻ്റെ ജീവിതം കൊണ്ട് സംഭവിച്ചോ? എൻ്റെ കൊട്ടാര തുല്യമായ ജീവിതം കൊണ്ട്, ഞാൻ പറയുന്ന മണ്ണിലെ വലിയ സുഖത്തിൻ്റെ ആഡംബര ജീവിതമല്ല പറയുന്നത്. എൻ്റെ വാക്ക് കൊണ്ടോ എൻ്റെ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ എൻ്റെ കൂട്ടു സഹോദരന് ഭാരമായി മാറിയെങ്കിൽ അത് നോക്കാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. അവൻ ഇങ്ങോട്ട് വരട്ടെന്നല്ല, കൊട്ടാരത്തിൻ്റെ വാതുക്കൽ വന്ന് അവൻ മുട്ടട്ടെന്നല്ല, അവൻ്റെ വയലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാ പക്വതയുടെ ലക്ഷണം. 2, ക്രിസ്തു നിമിത്തം എന്തൊക്കെ വലിച്ചെറിയാൻ നേരത്തെ ഓർപ്പിച്ചത്. മോശ വളർന്നു. പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടത, ക്രിസ്തുവിൻ്റെ നിന്ന, ഹല്ലേലൂയ, ഫറവോന്റെ പുത്രിയുടെ പേരെന്ന അഭിമാനത്തെക്കാൾ, പിരമിഡിനകത്ത് തലപൊക്കി നിൽക്കുന്ന അഭിമാനത്തെക്കാൾ, ഹല്ലേലൂയ, തുലാസിന്റെ തട്ടിൽ പോകുന്ന സകല നന്മകളെക്കാൾ സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ, നിത്യതയുടെ സൗഭാഗ്യങ്ങൾ അതനുഭവിക്കുന്നതാണ് ഭാഗ്യമെന്നെണ്ണി ആത്മീയ പക്വത ഉണ്ടാകണം. മൂന്നാമത്തെ എബ്രായ വിശ്വാസികളുടെ മൂന്നാമത്തെ പിന്മാറ്റത്തിന്റെ കാരണം 10-ാം അധ്യായം 24-ാം വാക്യമാണ്. എബ്രായർ 10:24. അറിയാം നിങ്ങൾക്ക്, ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉപേക്ഷയെ വിചാരിക്കുന്നത്. കൂട്ടായ്മയുടെ ബന്ധം അറ്റുപോകരുത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കോവിഡ് വന്നതുകൊണ്ട് ഒത്തിരി വ്യത്യാസമുണ്ടായി. ഞാനാണെങ്കിൽ ഏകദേശം 1 വർഷം ഇഷ്ടിക സഭയ്ക്കകത്ത് ഇതുപോലെ വാളിനകത്ത് ഇഷ്ടിയുണ്ട്. എത്ര ഇഷ്ടി ഉണ്ടെന്ന് വരെ ഞാൻ പഠിച്ച വർഷങ്ങളാണ്. കാരണം മുന്നിൽ ആരും ഇല്ലായിരുന്നു. എത്ര ലൈറ്റ് ഉണ്ട്, എത്ര ഫാനുണ്ട്, എത്ര വിൻഡോ ഉണ്ടെന്ന് കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്കറിയാം. കാരണം ആരും ഇല്ലായിരുന്നില്ല. 1.5-2 മണിക്കൂറൊക്കെ മീഡിയ ടീമും ഞാനും മാത്രം ശുശ്രൂഷിച്ച കാലഘട്ടമായിരുന്നു. പക്ഷേ വിശ്വാസത്തിൽ ഒരു പാഠം പഠിച്ചു. ഈ പുള്ളി ഇല്ലെങ്കിലും സഹായം നടക്കുന്നു. നമ്മൾ വിചാരിച്ചു ഞാനില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പ്രളയം എന്നൊക്കെ ആൾക്കാർ വിചാരിക്കത്തില്ലേ? പക്ഷേ വിശ്വാസത്തിൽ മനസ്സിലായി, അബ്രഹാമിൻ്റെ വീട്ടിലെ കത്തുന്ന യാഗപീഠവും ആട്ടിൻകുട്ടിയും ആൾക്കൂട്ടമൊന്നും ഇല്ലെങ്കിലും ഹാഗാറേ നിനക്കിവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കുന്നൊരു ദൈവം മരുഭൂമിയിലുണ്ട്. ഇരിക്കുന്ന മുറിക്കകത്തും സോഫയ്ക്കകത്തും അല്ല കിടക്കയ്ക്കരികിൽ പാവിരിച്ചപ്പോഴും അവിടെ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം വിശ്വാസികൾ കണ്ട സമയം. അത് തിരിച്ചറിഞ്ഞെങ്കിൽ ആ ആവേശത്തോടെ വേണം ആലയത്തിലോട്ട് വരാൻ.
ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രാപിക്കാമെന്ന് പറയാതെ ഒരാഴ്ച നേടിയെടുത്ത ദൈവകൃപയുടെ ജ്വലനം ആലയത്തിനകത്ത് ജ്വലിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ പാട്ട് പാടുന്നവരൊന്ന് മിസ്റ്റേക്ക് വരുത്തിയാലും മാതി മറന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ഒരൊറ്റ കൂട്ടായ്മകൾ. ഡാളസ് പട്ടണത്തിലെ കാര്യങ്ങൾ എനിക്കറിയാം, ഞാനിവിടെ 6 വർഷം താമസിച്ചല്ലേ, ദൂരവും യാത്രകളൊക്കെ ഉണ്ട്. പക്ഷെ അവസരം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് കൂടിക്കോണം. ഹല്ലേലൂയ. ഉപേക്ഷയായി വിചാരിക്കരുത്. വന്നാലും അലക്ഷ്യമായി ആരാധനയ്ക്കകത്തിരിക്കരുത്. 2 മണിക്കൂർ 2.5 മണിക്കൂർ ആലയത്തിനകത്ത് ഏകാഗ്ര ഹൃദയത്തോടെ ഒരു മനുഷ്യനെ നമുക്ക് കാണണ്ട. ഇന്ന് പകൽക്കാലം എനിക്ക് കാണുന്നത് യേശുവിൻ്റെ തേജസ്സുള്ള മുഖം. ഇന്ന് പകൽ ഈ പാട്ടിൽ കൂടെ ദൈവമഹത്വം വെളിപ്പെടണം, ഈ പ്രാർത്ഥനയിൽ കൂടെ ദൈവമഹത്വം വെളിപ്പെടണം, ഈ വചനത്തിൽ കൂടെ ദൈവനാമം ഉയർത്തപ്പെടണം. രോഗികൾ സൗഖ്യമാകട്ടെ. ആലയത്തിന് കടന്നു വരുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. വരും ദിവസങ്ങളിൽ അസാധാരണമായ ദൈവമഹത്വം നിങ്ങൾ എങ്ങും തേടിപ്പോകണ്ട. ഇവിടെ പ്രകടമായ ആത്മീയ വിടുതലുകൾ ആലയത്തിനകത്ത് വെളിപ്പെടുന്നത് ദൈവസഭ കണ്ണുകൊണ്ട് കാണും. രോഗികൾ സൗഖ്യമാകുന്നത്, മനംതിരിവുണ്ടാകുന്നത്, നഷ്ടപ്പെട്ടു പോയവർ മടങ്ങി വരുന്നത്, പട്ടണത്തിലുള്ളവർ ദൈവസഭയെ കുറിച്ചുള്ള കേൾവി നിമിത്തം ഹല്ലേലൂയ ഉത്സാഹം ഉണ്ടാകുന്നതൊക്കെ അനുഭവിക്കണമെങ്കിൽ ദൈവസഭയുടെ കൂട്ടായ്മ സംബന്ധിച്ച് ദൈവമക്കൾ ഉത്സാഹമുള്ളവരായി മാറട്ടെ. ഹല്ലേലൂയ. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നാളെ നമുക്ക് 4 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അവർക്ക് 4ാമതുണ്ടായ ആത്മീക ക്ഷീണം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന എബ്രായർ 12:3 വാക്യമാണ്. ഉള്ളിൽ ക്ഷീണിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ഉള്ളിലൊരു മടുപ്പുണ്ടായി. ദൈവമക്കളെ എത്രയൊക്കെ സന്തോഷമായിട്ടിരുന്നാലും ഉള്ളി മടുത്താൽ പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല. എത്ര ആരോഗ്യമുള്ളവനും അകത്ത് മടുപ്പുണ്ടായി. ഉള്ളിലെ മടുപ്പുണ്ടായി കഴിഞ്ഞപ്പോൾ സ്തോത്രം, പിന്നെ പാട്ടൊക്കെ ഒരു ചടങ്ങായി മാറി. പാസ്റ്റർ പറഞ്ഞല്ലേ ലെറ്റ് us stand together. ഓക്കെ, വിൽ സ്റ്റാൻഡ് വിത്ത് യു. നൗ യു ക്യാൻ ബി സീറ്റഡ്. ഇരുന്നു. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ. പിന്നെ പാട്ട് പാടുന്നില്ല, സ്ക്രീനിലൊക്കെ നോക്കി വാക്കിയൊക്കെ വായിച്ച് ഇങ്ങനെ പോകുന്നു. പക്ഷെ ഉള്ളിലെന്താ? ക്ഷീണം. ഒരു വിഷയവും കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയില്ലാതെ ഉള്ളിൽ മടുത്തുപോയി. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ നോക്കാൻ ഒരാളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആരെ നോക്കണ്ട? നിങ്ങൾ യേശുവിനെ നോക്കണം. യേശു എന്ത് ചെയ്തു നോക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സ്ഥിരതയോടെ ഓടണം, ഭാരം വിട്ടോടണം, പാപം വിട്ടോടണം, അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ നോക്കണം. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. യേശു ക്ഷീണിച്ചപ്പോൾ എന്ത് ചെയ്തു എന്ന് നോക്കണം. യേശുവിൻ്റെ ക്ഷീണാവസ്ഥ. ആ സമയത്ത് യേശു എന്താ ചെയ്തത്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചവനെ ധ്യാനിക്കണം. അപ്പോൾ യേശുവിൻ്റെ മുമ്പിലെ സന്തോഷം എന്താണെന്ന് അറിയണ്ടേ? സ്തോത്രം. ഒന്ന്, നമ്മളിവിടെ ഇരിക്കുന്ന സന്തോഷം. യേശു ആത്മക്കണ്ണുകൊണ്ട് യേശുവിനെ കാണാൻ പറ്റി. ഞാനിവിടെ എൻ്റെ കയ്യിലാണി അടിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്ക് നേടിയെടുക്കാൻ പോകുന്നൊരു വലിയ സമൂഹം. അത് നമുക്ക് രക്ഷയെക്കുറിച്ച് നമുക്കറിയാം, നാളെ വിശദീകരിക്കാം. പക്ഷേ 2ാമതൊരു സന്തോഷം ഉണ്ടായിരുന്നു. യേശു പറയുക, 72 മണിക്കൂറത്തെ ആയുസേ ഉള്ളൂ ഇവനടിച്ച് ആണിക്ക്. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പുറത്ത് വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളത് തിരിച്ചറിയണം. ഉള്ളിലെ ക്ഷീണം മാറുന്നത് ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിച്ചാട്ട്. യേശുവിനറിയാം, ഇന്ന് അവരെൻ്റെ കയ്യിൽ കാരിരുമ്പാണി അടിക്കുന്നു. ഈ കൈ കൊണ്ട് ഞാൻ 7 നക്ഷത്രം വലങ്കയിൽ പിടിക്കും. വെളിപ്പാടുള്ളവന് മാത്രമേ ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റൂ. പാട്ടുപാടുന്ന സഹോദരങ്ങൾ മുന്നോട്ട് വന്നാൽ വെളിപ്പാടുള്ളവന് മാത്രമേ ക്ഷീണം മറന്ന് ആരാധിക്കാൻ പറ്റൂ. ഇന്നവരെൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിച്ച് തലയോട്ടി പിളർന്ന് രക്തം കണ്ണിൽ കൂടെയും മൂക്കിൽ കൂടെയും വായിൽ കൂടെയും ഒഴുകുന്നുണ്ട്. പക്ഷെ 3 ദിവസം കഴിയുമ്പോൾ ഈ തലയിൽ ഞാൻ രാജമുടികൾ വെക്കും. പ്രൈസ് ദി ലോർഡ്. ശബന റഖഡബന. ഇന്നവർ എൻ്റെ കാലിൽ കൂർത്ത ആണികൾ കൊണ്ട് തുളച്ചു കയറ്റുന്നു. 3 ദിവസം കഴിയുമ്പോൾ ഇത് ഉലയിൽ ചുട്ടെടുത്ത വെള്ളോടിന് സദൃശമായി ഒരഗ്നിക്കും പേര് ദഹിപ്പിക്കാൻ കഴിയാത്ത കാലുകളായി ഇത് മാറും. ഇന്നവർ എൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞെന്നെ ആക്ഷേപിക്കുന്നു. ഞാൻ നിലയെങ്കി ധരിച്ചുകൊണ്ട് രാജവസ്ത്രം ധരിച്ചു പുറത്തു വരും. ഹറബ ഹത്വനസിയാരകന. എത്ര പേർക്ക് ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റും? മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം, ഉള്ളിലെ മടുപ്പ് മാറട്ടെ. ഇന്നവരെൻ്റെ ചങ്ക് കുത്തി തുളയ്ക്കുന്നു, കുന്തമനകൾ തുളിച്ചു കറയുന്നു. പക്ഷെ മാറത്ത് പൊൻകച്ച കെട്ടി ഞാൻ 3 ദിവസം കഴിയുമ്പോൾ പുറത്തു വരും. ആത്മക്കണ്ണുകൾ ഉയർത്തി കണ്ടാട്ടെ. മുമ്പിൽ വെളിപ്പെടുന്ന സന്തോഷം ഓർക്കുമ്പോൾ എബ്രായ വിശ്വാസികളെ, നിങ്ങളിത് തിരിച്ചറിയണം. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നിങ്ങൾക്ക് വെളിപ്പാട് ലഭിക്കുന്നതിന്റെ കാരണം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോഴാ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. എത്ര പേർക്ക് ആത്മാവിൽ സന്തോഷിക്കാൻ പറ്റും? യേശുവിനറിയാം
കല്ലുരുട്ടി വെച്ചാലും കല്ലറയ്ക്ക് മുദ്ര വെച്ചാലും കാവൽക്കൂട്ടത്തെ നിർത്തിയാലും കയ്യും കാലും കൂട്ടിക്കെട്ടിയാലും 3 ദിവസം കഴിയുമ്പോൾ സകല കല്ലും ഉരുട്ടി മാറ്റി സകല മുദ്രയും തകർത്ത് സകല കാവൽക്കൂട്ടത്തെ നിഷ്പ്രഭരാക്കി കെട്ടുകൾ പൊട്ടിച്ച് തേജസ് രൂപിയായി ഞാൻ പുറത്തു വരും. കല്ലറയ്ക്ക് ഒതുക്കുവാൻ കഴിയാത്ത ഒരു ശക്തി എന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർക്ക് ആത്മാവിൽ സന്തോഷിക്കാം? ഒരു ശക്തിക്കും പിടിച്ചു വെക്കുവാൻ കഴിയാത്ത, ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത ഒരു അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിനകത്ത് സ്വർഗം തന്നിട്ട് എന്നെ മണ്ണിലാക്കിയിരിക്കുന്നത്, എന്നെ സഭയിലാക്കിയിരിക്കുന്നത്, എന്റെ ഉള്ളിലെ മടുപ്പ് മാറ്റുന്ന, എന്റെ ക്ഷീണം മാറ്റുന്ന, എന്റെ നിന്ന മാറ്റുന്ന, എന്റെ അപമാനം മാറ്റുന്ന, എന്റെ കട്ടതയെ വെല്ലുവിളിക്കുവാൻ എനിക്ക് കരുത്ത് തരുന്ന അകത്ത സന്തോഷം. ഒരു നിമിഷം ദൈവം എഴുന്നേറ്റ് നിൽക്കാമോ? Let us stand together. ഹല്ലേലൂയ. ഒരു നിമിഷം സമർപ്പണത്തിന്റെ സമയമാണ്. അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചോ, കരങ്ങൾ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, നിങ്ങൾക്ക് വിളിച്ചു പറയാം, ഒരു ശക്തിക്കും എന്നെ തളർത്താൻ കഴിയത്തില്ല. കാണുന്നതിനും കേൾക്കുന്നതിനും വായിച്ചതിനും പറഞ്ഞതിനും ഒന്നും എന്റെ വിശ്വാസത്തെ തണുപ്പിക്കാൻ കഴിയത്തില്ല. എന്റെ അകത്ത മനുഷ്യൻ ഇന്ന് രാത്രി ശക്തിയോടെ ബലപ്പെടട്ടെ. വചനത്താലുള്ളൊരു വിടുതൽ ഇന്ന് രാത്രി ദൈവസഭയ്ക്കുണ്ടാകട്ടെ. സത്യവചനത്തിന്റെ വെളിപ്പാട് ദൈവമക്കളുടെ അകത്ത് കയറട്ടെ. ആത്മസാന്നിധ്യം കൊണ്ട് ദൈവമക്കൾ നിറയപ്പെടട്ടെ. ശരീരം ബലഹീനമാക്കുന്ന, മനസ്സിനെ മുറിക്കുന്ന, ചെവിക്കകത്ത് കേട്ട അന്യായത്വങ്ങളൊക്കെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം ദൈവസഭയുടെ വിടുതലിന്റെ രാത്രിയായി രോഗ ആത്മാക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ശരീരം വിട്ട് പുറത്തു പോകട്ടെ. മാനസിക പീഡകൾ പുറത്തു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. ഉഡാബാല വൈഡേമാന ഹംദര വൈഡമന സ്ഥരജാന റീബലാദ വൈഡമാന ഹധരാദഗന ശബല വൈഡമാന ഹധരാദാരാജ അംദല വൈഡമനേദിഗനധര വൈഡാരാജ ഉഡഗന രംധല വൈഡമനാദി ഹധരജാന. Release thy people from every clutches of the enemy. ഇന്ന് രാത്രികാലം വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന, മനസ്സിന് മടിപ്പുണ്ടാക്കുന്ന, ആത്മീയത്തിന് വില പറയുന്ന പട്ടണഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെടട്ടെ. മുമ്പിൽ വലിയ വെല്ലുവിളിയായി നിന്നുകൊണ്ട് ഒരടി മുന്നോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തിന് മാന്യമിടുന്ന കാഴ്ചകളും കേൾവികളും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിഷ്ഫലമാകട്ടെ. ആത്മാവിൽ നിറഞ്ഞവർക്ക് അന്യഭാഷയെ സംസാരിക്കാം. ഹല്ലേലൂയ. മങ്ങിപ്പോയ പ്രവചനങ്ങൾ ഇന്ന് രാത്രി വീണ്ടും ആളിക്കത്തട്ടെ. മങ്ങിപ്പോയ കൃപാവര ശുശ്രൂഷ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ഒരു വരച്ചിട്ട് ഇതിനപ്പുറത്ത് പോകത്തില്ല എന്ന് ശുശ്രൂഷയ്ക്ക് അതിരുവെച്ച, കുടുംബജീവിതത്തിന് അതിരുവെച്ച, തലമുറയ്ക്ക് അതിരുവെച്ച എല്ലാ അതിർക്കെട്ടുകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. We break every chain. We break every curses in Jesus name. യേശുവിന്റെ നാമത്തിൽ ബുദ്ധിയോടുള്ള റീഖന വരഗന ഹംദര ജാന റീബൽ വൈഡേ രേഖന വൈഡബലം ധരജ ഉഡബല ഹത്തര വൈഡേ രാധ ഹസ്തരജ റീബലവം ധല വൈഡമന അടകല വൈഡബല ധുരജാന വൈഡേര ഉക്ഷല വൈഡബലം ധരജാനികല സ്ഥരജ ഉടകന രഖന വൈഡേരാധകന ധുരജ. യേശുവിന്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെട്ടിട്ട് പുതിയൊരു ഉണർവ് ഹൃദയത്തിന്റെ മാംസപ്പലകിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് കൊത്തിവെച്ചതുപോലെ ദൈവവചനം ഹൃദയത്തെ സന്തോഷിപ്പിക്കട്ടെ. കുടുംബ ബന്ധങ്ങൾ പണിയപ്പെടട്ടെ. അറ്റുപോയ ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. Restore thy people in Jesus name.